പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് RJ ലാവണ്യ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ലാവണ്യയെ ഓർക്കാൻ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്ന് ഒരുമിച്ചിരിക്കണമെന്ന് കരുതുന്നു. പല കാരണങ്ങൾ കൊണ്ട് ആ ദിവസം ഇങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. ഇന്ന് കുറച്ച് സുഹൃത്തുക്കൾ, ലാവണ്യയുടെ കുറച്ച് സുഹൃത്തുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കുറച്ചു നേരം. ലാവണ്യയെ കുറിച്ചുള്ള കുറെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ, ലാവണ്യയുടെ കുഞ്ഞുങ്ങൾക്ക് വസുന്ധരയ്ക്കും വിഹായസിനും വേണ്ടി ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെയുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്നൊക്കെയാണ് കരുതുന്നത് വരുന്ന മിനിറ്റുകളിൽ. RJ ശ്രീലക്ഷ്മി ലാവണ്യയുടെ അടുത്ത സുഹൃത്താണ്. റേഡിയോ കേരളം, ദുബായ് റേഡിയോ കേരളത്തിൽ RJ ലാവണ്യക്കൊപ്പം ജോലി ചെയ്തിരുന്ന RJ ശ്രീലക്ഷ്മി ഉണ്ട് നമുക്കൊപ്പം. അതുപോലെ ഷമീജ് കുമാർ, നാടക പ്രവർത്തകൻ സംവിധായകനൊക്കെയായ ഷമീജ് കുമാർ കുവൈറ്റിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. അതുപോലെ RJ ശ്വേത, കുവൈറ്റിലെ UFM-ൽ ലാവണ്യക്കൊപ്പം ഉണ്ടായിരുന്ന RJ ശ്വേത, ലാവണ്യയുടെ അടുത്ത സുഹൃത്ത്, ഈ സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. പത്മേന്ദ്ര പ്രസാദ് നാട്ടിൽ നിന്ന് അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഉള്ള സുഹൃത്തുക്കളൊക്കെ വരുന്ന സമയത്ത്, വരുന്ന മിനിറ്റുകളിൽ നമുക്കൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു ഒരു ഒരു തുടക്കമെന്ന നിലയിൽ ഒരു ഒരുമിച്ചിരിക്കൽ മാത്രമാണ്. കഴിയുമെങ്കിൽ ഇനിയും ഇത്തരത്തിൽ RJ ലാവണ്യയുടെ ഓർമ്മകളുമായി ഒരുമിച്ചിരിക്കാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഞാന് RJ ലാവണ്യ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഞങ്ങളുടെ ഒരു ലൈവ് സെഷനിൽ ജോയിൻ ചെയ്തിരുന്നു. ലാവണ്യയുടെ ഒരു ചെറിയ 1-2 ക്ലിപ്പുകൾ ഞാനിങ്ങനെ തപ്പിയെടുക്കുകയായിരുന്നു. അപ്പൊ 1-2 ക്ലിപ്പുകൾ കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുടെ ഓർമ്മകളിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ലാവണ്യ പറഞ്ഞ ചില തമാശകളും ഒക്കെ ചേർത്തുള്ള ചില മുഹൂർത്തങ്ങളാണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് 3 പേർക്കും ഒരു ചെറിയ പിന്നെ ഒരു ചലഞ്ച്. അതായത് ലത്തീഫ് ഭായ് ഏത് നാട്ടുകാരനാണ്, ഏത് ഭാഷക്കാരനാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്ത് പറയാമോ? മദർ ടങ് ആണോ? ഡയലോഗ് ഏതില്? മലയാളത്തിലാ? മലയാളത്തിലൊന്നും അടിച്ചു കൊടുക്കും. പഠിച്ചോനെ, അങ്ങനത്തെ ഡയലോഗ് ഒന്നും നമുക്ക് അറിയില്ല, പറഞ്ഞ് പഴക്കമില്ല. നമ്മള് ഫിറോസ് ഭായ് പറഞ്ഞ മാതിരി നിങ്ങൾ ഗസ് ചെയ്തോളി. അധികം സമയമില്ല. ആരാ പറഞ്ഞത്? ഞാനാ ലാവണ്യ. ഓ, വെരി ഗുഡ് ലാവണ്യ, താങ്ക് യു. മലയാളി, ഹീസ് ഫ്രം തൃശ്ശൂർ. അതെ, ലാവണ്യാണെന്ന് പറഞ്ഞത് ലത്തീഫ് ഭായ്. നിങ്ങൾ മലയാളിയാണ്. നിങ്ങൾ ഇനി എവിടെ പോയാലും നിങ്ങൾ മലയാളിയാട്ടോ. നിങ്ങൾക്ക് ഭയങ്കര, അപ്പൊ എന്താ പറയാ, യു ക്യാൻ ഐഡന്റിഫൈ തിങ്സ് വെരി ഈസിലി. സൗണ്ട് കൊണ്ട് കളിക്കുന്ന ആളല്ലേ, ശബ്ദം കൊണ്ട് കളിക്കുന്നവരായോണ്ട് ഒരു പക്ഷേ മേ ബി ദാറ്റ്. വെരി ഗുഡ്. അതാണ് ലാവണ്യ. നമ്മുടെ സ്റ്റേഷനിൽ മാന്യമായിട്ട് ഹിന്ദി അറിയാവുന്നത് ലാവണ്യായിരുന്നു. നമ്മുടെ പാകിസ്ഥാൻകാരനായ ഡ്രൈവറിന്റെ അടുത്തൊക്കെ ലാവണ്യ അങ്ങ് ഹിന്ദിയിലങ്ങ് സംസാരമാണ്, പടപടപടാ എന്തൊക്കെയോ സംസാരമാണ്. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട് അതെ, ഈ മാന്യമായി എന്നുള്ളത് മാറ്റണം. തട്ടിമുട്ടി നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ്. അതെ, ലാവണ്യ ഇങ്ങനെ ഡ്രൈവറിനെ വിളിച്ചിട്ട് നമുക്കാർക്കും മര്യാദയ്ക്ക് ഹിന്ദി അറിയില്ല, കഹാപ്പയാപ്പ് എന്നൊക്കെ പറയാൻ തുടങ്ങുന്ന പരിപാടികളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലാവണ്യ സംഗീതത്തിന്റെ കൂട്ടത്തില് ഹിന്ദി പണ്ഡിറ്റായിരിക്കാം, നമുക്കറിയില്ലല്ലോ. ഓ, അങ്ങനെ പറയേണ്ടത്. രാത്രി ഏകദേശം 11 മണിയായി. എനിക്ക് എന്തായാലും പുട്ട് കഴിക്കാൻ പറ്റില്ല. അതെ, അപ്പൊ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണോ? അതെ, നമുക്ക് ലാവണ്യയുടെ ഒരു പാട്ടും കൂടെ പാടിയാലോ? ലാവണ്യ പാടുവോ? വേണോ? വേണ്ട. ഈ 2 ഗായകരുടെ ഇടയിൽ ഞാൻ പാടിയ എന്റെ ഭർത്താവ് ഗായകനാണ്. അദ്ദേഹം ഒരു ക്ലാസിക്കൽ സിംഗറാണ്. ഞാൻ പാടിക്കഴിഞ്ഞാൽ പുള്ളി മംഗളം പാടി അവസാനിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പാടുന്നു. എന്നാലും ഒരു 2 വരി പാടാം. 2 വരി പാടിയിട്ട് പിന്നെ ലാവണ്യ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ അറിയാനും കേൾക്കാനും ഒക്കെയാണല്ലോ. പക്ഷെ സത്യം അല്ല, ഞാൻ ശരിക്കും പറയാം, ഞാനിത് വെറുതെ ഇത് ലൈവിൽ വന്നോണ്ട് പറയുന്നതല്ല. ശരിക്കും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതുകൊണ്ടാണ് ശരിക്കും ഈ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഈ നീലിമേനോട് അല്ലെങ്കിൽ ലത്തീഫ് ഭായിനോടൊക്കെ നമുക്ക് സംസാരിക്കാൻ ഒരു ഓപ്ഷൻ കിട്ടിയത്.
നമ്മൾ ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിലും നമ്മൾ തമ്മിലുള്ള നെറ്റ്വർക്ക് പോലും ഇപ്പോഴാണെന്ന് ഓൺ ആവുന്നത്, സത്യം പറഞ്ഞ അല്ലെ. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും 2 വരി പാടാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഏത് പാട്ട് പാടും, അതാണ് ഞാനിപ്പോ ആലോചിച്ചത്. ഞാൻ ഒരു ഹിന്ദി കാച്ചിക്കോ? ഹിന്ദിയോ? അതെ, അങ്ങനെയാണ് ഞാനൊരു കഥ പറഞ്ഞിട്ട് ഞാൻ അതിനോട്, കാരണം കഥയല്ല, എന്റെ ലൈഫോട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പ ക്ലാസ്സിൽ ടീച്ചർ വന്നാലും പീരീഡിൽ ടീച്ചർ ഇല്ലാത്ത സമയത്ത് പറയുമല്ലോ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുക, ഒരു ടീച്ചർ വന്ന് പറയും. അപ്പൊ എല്ലാരോടും പറയാം എന്തെങ്കിലും ഇഷ്ടമുള്ള മിമിക്രി ചെയ്തോളൂ, ഡാൻസ് കളിച്ചോളൂ എന്നൊക്കെ പറയാം. അപ്പൊ എന്നോട് എപ്പോഴും പറയാൻ എന്തെങ്കിലും. അപ്പൊ എനിക്ക് മിമിക്രി ഒന്നും വശമുണ്ട്, പക്ഷെ ഞാൻ വീട്ടിൽ മാത്രമേ കാണിക്കുള്ളൂ, അത് ഡോർ ലോക്ക് ആയെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ മിമിക്രി കാണിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ എന്നോട് പറഞ്ഞു ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് മുതൽ എപ്പോ ടീച്ചർ വിളിച്ചാലും ഒരേ പാട്ടേ പാടുള്ളൂ. അത് പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ ദേഷ്യമായിരുന്നു. അതുകൊണ്ട് നീയൊക്കെ ഈ ഒരു പാട്ട് മാത്രമേ അറിയത്തുള്ളൂ എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കുമായിരുന്നു. ആ പാട്ട് ഇങ്ങനെയാണ്: നിങ്ങൾ ആരും ഇവിടെ നിന്ന് സ്ക്രീനിൽ നിന്ന് എണീറ്റ് പോയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ പാടുള്ളൂ. പോവില്ല. ഞങ്ങൾ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ട്. അതെ അതെ നിതീഷ് ഭായിക്ക് എന്തോ വലുത് വരാനിരുന്നതാ. ഒന്നുമില്ല നിങ്ങൾ പാടി. ലാവണ്യ ഇവിടെ കോവിഡിന് വരെ ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പിന്നെയാണ് ലാവണ്യ പാടതേ. പക്ഷെ അത് ഇതിലും ഭീകരമാവോന്നാണ് എനിക്ക് പേടി. നിങ്ങൾ അപ്പൊ വിചാരിക്കും കോവിഡ് ഒക്കെ ചെറുത് എന്ന് നിങ്ങൾ വിചാരിച്ചാലോ. അതെ, അപ്പൊ ലാവണ്യ പാടുന്നു. പാടുന്ന വെച്ചാൽ ലൈൻസ് ഞാൻ ആലോചിക്കായിരുന്നു, പെട്ടെന്ന് എനിക്ക് കിട്ടും. ഇനിയിപ്പോ ലൈൻസ് ഒക്കെ ഇപ്പോഴാണ് ആലോചിച്ച് എടുക്കണം അല്ലേ. ഓക്കെ, ലാവണ്യ അടുത്ത് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അപ്പൊ അത് ഓർത്തോളൂ. അതിന്റെ കൂടെ എപ്പോഴെങ്കിലും ജസ്റ്റിന് പോകുന്ന സമയത്ത് നമ്മുടെ ഈ UFMന്റെ ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതുപോലെ അവരൊക്കെ വന്നപ്പോഴും മറ്റേ ആടാം പാടാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുവല്ല ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞ അങ്ങനെ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് ആ നമ്മുടെ സ്റ്റേഷൻ ജിംഗിൾ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അതെനിക്ക് പാടാൻ ഇപ്പം ആ മ്യൂസിക് പറത്തിയെടുക്കാം. പക്ഷെ അത് എപ്പോഴും കേൾക്കുമ്പോ ഒരു ഭയങ്കര ഒരു മനസ്സിനകത്തൊരു വിഷമം എല്ലാം ഉള്ള ഒരു സാധനമാണ് ആ സാധനം. അതെനിക്ക് തോന്നുന്നു നമ്മള് ഷട്ട് ഡൗൺ കഴിഞ്ഞ ശേഷം, അല്ല അങ്ങനെയല്ല, ഷട്ട് ഡൗൺ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വിളിച്ചിട്ടാണ് സുഹൃത്തുക്കളെ, ഓർക്കുന്നോന്ന് അറിഞ്ഞൂടാ ഫിറോസേട്ടൻ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിൽ പോകുമ്പോ നമ്മൾ ചെന്ന് കയറുമ്പോ തന്നെ ആദ്യം ആ പാട്ട് അങ്ങോട്ട് ഇട്ടു, ആ സ്റ്റേഷൻ ജിംഗിള്. അപ്പൊ ശരിക്കും ഞങ്ങൾ കാലെടുത്ത് അകത്ത് വെച്ചതും പെട്ടെന്ന് അങ്ങ് വിഷമമായിപ്പോയി അല്ലെ. ലൂസിയൊക്കെ ഓർമ്മയാണ് അല്ലേ ലൂസി ആ സംഭവം? നമ്മളെല്ലാരും സ്റ്റേജിൽ കയറി നിറ കണ്ണുകളോട് കൂടിയിട്ടാണ്. തകർന്നു. എനിവേ വെള്ളിച്ചില്ലം റെഡിയാട്ടാ. വെള്ളിച്ചില്ലത്തിലോട്ട് ഞാൻ വരാം. ലാവണ്യയുടെ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. അപ്പൊ ഞാനത് വേഗം അങ്ങ് പാടിയേക്കാം, അതാകുമ്പോ എല്ലാത്തിനും ഒരു തീരുമാനമാവും. ഓക്കെ. फर्स्ट टाइम देखा तुझे लग गया, सेकंड टाइम तो अनक्कान इंडिया जानता है हम तुम पे मरता है, अनक्कान इंडिया जानता है हम तुम पे मरता है. ഇതാണ് പാട്ട്. തൃപ്തിയായില്ല എല്ലാവർക്കും? അതെ, 2 വരി പാടാൻ പറഞ്ഞ്. അതെ, കുറച്ച് സങ്കടമുള്ള നിമിഷങ്ങളിലൂടെയാണ് ലാവണ്യ നമ്മളോട് സംസാരിച്ചപ്പോൾ. എനിക്ക് 4 വർഷമെങ്കിലും ആവും. ആ 4 വർഷങ്ങൾക്ക് മുമ്പ് ലാവണ്യ നമ്മളോട് സംസാരിച്ചപ്പോ കുറേയധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അന്ന് മകൾ വസുന്ധരയൊക്കെ ആ സെഷനിൽ വന്നിരുന്നു. ആ ഭാഗങ്ങളിലേക്കൊന്നും ഇന്ന് നമ്മൾ പോകുന്നില്ല, കാരണം അത് വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിയൊക്കെ ഇത് കണ്ട് വിഷമത്തിലാണെന്ന് തോന്നുന്നു. അവരുടെ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. പാർവതിയും അതുപോലെ തന്നെ. പാർവതി റെഡ് FMന്റെ ഹെഡാണ്. പാർവതി വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൂസി RJ ലൂസിയും കുവൈറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോ ശ്രീലക്ഷ്മി വൈകാതെ നമുക്കൊപ്പം ചേരുമെന്നുള്ള പ്രതീക്ഷ ശ്രീലക്ഷ്മി ഉണ്ട്. ഞാന് റെഡ് FMന്റെ ഹെഡ് കൂടിയായ പാർവതി നായരിൽ നിന്ന് തുടങ്ങുകയാണ്. പാർവതി, നമ്മൾ ഈ കൂട്ടുകാരെല്ലാം കൂടെ ഓർക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മ എന്ന നിലയിലാണ് ഈ മിനിറ്റുകളിൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിക്കുന്നത്. പാർവതിക്ക് എന്താണ്, എങ്ങനെയാണ് പാർവതി ഓർക്കുന്നത്? ലാവണ്യ റെഡ് FMൽ ജോയിൻ ചെയ്യുന്നത് കുവൈറ്റിലെ FMൽ നിന്ന് വന്നതിന് ശേഷമാണ്. ഞാൻ കുവൈറ്റ് ആക്സിഡന്റലി മറ്റൊരു ഫ്രണ്ട് വഴി പരിചയപ്പെടുകയും
ഞങ്ങളുടെ റെഡ് എഫ് എമ്മിൽ ആ സമയത്ത് വേക്കൻസി ഉണ്ടോന്ന് ചോദിക്കുക. അങ്ങനെ ലാവണ്യ ഓഡിഷനിലൂടെ ഒക്കെ പോയി പ്രോപ്പറായിട്ട് വന്ന ആളാണ്. അപ്പൊ ലാവണ്യ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് വളരെ ഷീസ് എ വെരി ഗ്രേറ്റ്, ഞാനിപ്പോ ഈസെന്നേ പറയുന്നുള്ളൂ, എനിക്ക് ആ ബോസ് വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പം ഷി വാസ് എ ഗ്രേറ്റ് പ്രൊഫഷണൽ. അപ്പോൾ ലാവണ്യ ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് മോർണിംഗ് ഷോ റീവാമ്പ് ചെയ്യേണ്ട സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ജോയിൻ ചെയ്ത് ആദ്യമായി ജോയിൻ ചെയ്യുന്ന ഒരാളെ നമ്മളങ്ങനെ മോർണിംഗ് ഷോ ഏൽപ്പിക്കാറില്ല. പെട്ടെന്ന് കുറച്ച് ബാക്കി ഷോസ് ഒക്കെ ചെയ്തിട്ട് അവരുടെ ടാലന്റ് നോക്കിയിട്ട് ആണ് മോർണിംഗ് ഷോയിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, ബാക്കി എല്ലാ റേഡിയോയും പോലെയാണ്. പക്ഷെ ലാവണ്യ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവളുടെ ടാലന്റിനെ കുറിച്ചിട്ട് നമ്മളെല്ലാം അവെയർ ആയിരുന്നു. കാരണം പല എഫ് എമ്മുകളിലും വർക്ക് ചെയ്ത് അങ്ങനെ മോർണിംഗ് ഷോയിൽ ജോയിൻ ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജോലിയിൽ അവൾ ഭയങ്കര ഗോ ഗെറ്ററാണ്. അല്ലാതെ ഞാൻ മിക്ക ദിവസവും രാവിലെ ഓഫീസിൽ ഞാൻ 9:30 എൻ്റെ ഷിഫ്റ്റിന് എത്തുമ്പോഴത്തേക്ക് അവൾ അന്നത്തെ ഒരു ദിവസത്തേക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് മേ ബി ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് പോയതായിരിക്കാം, എന്തായാലും പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയാ സജഷൻസിന്റെ ഒന്നും ആവശ്യമില്ല അവൻ്റെ അടുത്ത് ഒരു കാലത്ത് വന്നിട്ടില്ല. പിന്നെ സാധാരണ ഒരു പ്രൊഫഷണൽ ഓഫീസിൽ നമുക്കറിയാലോ, നമ്മൾ കഴിവതും ഭയങ്കര സുഹൃത്തുക്കളാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം നമ്മളെല്ലാവരും തന്നെ ജോലി ചിലപ്പോൾ മാറിപ്പോവും, അല്ലെങ്കിൽ കഴിവതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എസ്പെഷ്യലി ഞാൻ അങ്ങനെ ശ്രമിക്കും. കാരണം ആരുടെ അടുത്തും ബയസ്ഡ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി. പക്ഷെ ലാവണ്യയുടെ കാര്യത്തില് അവള് ഭയങ്കരമായി, നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ അവള് നമ്മളുമായിട്ട് വല്ലാതെ പെട്ടെന്ന് അടുക്കുമായിരുന്നു. അവളുടെ പേഴ്സണൽ കാര്യങ്ങളും അവളുടെ ബാക്കി കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എപ്പോഴും പുറകെ നടക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ ഓട്ടോമാറ്റിക്കലി അവളോട് അടുക്കും. ഞാനെന്നല്ല, ആ ഓഫീസിലുള്ള എല്ലാവരും, ബാക്കിയുള്ള ആർജിസിന്റെ അടുത്തും ബാക്കി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ അടുത്തും ഒക്കെ. അപ്പൊ ലാവണ്യ തിരിച്ചു വന്നതിന് ശേഷം ആ സമയത്ത് അജിത്ത് പുറത്താണ് കുറച്ചുനാൾ. അപ്പം ഇവൾക്ക് എങ്ങനെങ്കിലും അജിത്തിന്റെ അടുത്ത് പോയാൽ മതി, അവൾക്ക് അവിടെ ജോലി ചെയ്യുന്നതിലും അത്യാവശ്യം അവൾക്ക് എങ്ങനെങ്കിലും അജിത്തിന്റെ അടുത്ത് പോകണം എന്നുള്ളതാണ്. പക്ഷെ ഇവൾക്ക് അങ്ങനെ ഒരു ജോലി അവിടെ കിട്ടുന്നില്ല. ആ സമയത്ത് കുട്ടികളൊക്കെ ആവുന്നതിന് മുമ്പാണ്. അങ്ങനെ ഒരു ദിവസം ഇവള് നമ്മുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് അജിത്തിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിക്ക് പോകണം. കയ്യില് പ്രത്യേകിച്ച് എന്താ പറയാ, അവളുടെ കയ്യിൽ ആ സമയത്ത് പൈസയൊന്നും അങ്ങനെയില്ല, ഒന്നുമേ ഇല്ല. അപ്പം പോണം, അപ്പൊ നിങ്ങളെല്ലാം എങ്ങനെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്ത് സഹായിക്കണം. ടിക്കറ്റ്സ് എടുക്കണം, ഇത് വേണം, അവൾ അവിടെ ചെന്ന് ഇറങ്ങിയാനുള്ള പ്രശ്നങ്ങള്, ഇതൊക്കെ ഇവളുടെ കൺഫ്യൂഷൻസ്. അപ്പൊ ആ സമയത്ത് ഞാനാണ് ഈ സർപ്രൈസ് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി അജിത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവൾ ഒരു സുപ്രഭാതത്തിൽ നിന്ന നിപ്പില്, എനിക്ക് തോന്നുന്നു അവളുടെ വെഡിങ് ആനിവേഴ്സറിയോ അതോ അജിത്തിന്റെ ബർത്ത്ഡേ അങ്ങനെ എന്തോ ആണ്, അങ്ങനെ പോയി. അങ്ങനെ ഇവള് ദുബായില് എന്ന് വെച്ചാൽ അതൊക്കെ ഒരാളുടെ ഒരു ഗോ ഗെറ്റർ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന വാല്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അങ്ങനെ അവള് ദുബായിൽ പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷവും ഇവക്ക് ആ സമയത്ത് കുട്ടികളൊന്നും ആവാത്തത് കൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയും തിരിച്ച് അജിത്തിന്റെ അടുത്ത് പോണം എന്നായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ലാവണ്യയുടെ ഫാമിലിയുമായിട്ടും പാർവതി, ഓഡിയോയിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ ഓഡിയോ? ഷമീജ് ഭായ് ക്ലിയർ ആണോ അതോ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടോ? കേൾക്കുന്നുണ്ട്. ഇവിടെ ക്ലിയർ ആണ്. കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ചിലപ്പോ എന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കാം ഇവിടെ. പാർവതി പറഞ്ഞു. അപ്പൊ അങ്ങനെ ലാവണ്യ തിരിച്ച് അജിത്തിന്റെ അടുത്ത് നമ്മളുടെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അവള് പോവാണ്. പോയി കഴിഞ്ഞ ശേഷമാണ് കുട്ടികളാവുന്നതും അങ്ങനെയൊക്കെ. അപ്പൊ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കമ്പനിയിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അവരുടെ ലോകത്തും നമ്മൾ നമ്മളുടെ ലോകത്തും തിരക്കാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കും ഒക്കെ. പക്ഷെ ലാവണ്യയുടെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല. അവൾ ഇവിടുന്ന് പോയതിന് ശേഷവും ഷീ കെപ്റ്റ് ഹെർ കോണ്ടാക്ട്. ഞാനെന്നല്ല, ഓഫീസിലെ എല്ലാവരുമായിട്ട് ഇപ്പോഴും അവൾ കണക്റ്റഡ് ആണ്. എന്താണെന്ന് പറയുകയും വീട്ടിലെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ഞങ്ങളുടെയൊക്കെ വീട്ടിലെ കാര്യം, ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം ഇതൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിനുശേഷം ഇവള് തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്ത കാര്യം, അവൾ എപ്പോഴും തിരിച്ച് റെഡിൽ ജോയിൻ ചെയ്യുന്ന കാര്യം ചോദിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു വേക്കൻസി വന്നാൽ അവൾ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിലൊക്കെ സർപ്രൈസ് ചെയ്ത കാര്യം, എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് പേപ്പറിൽ കാണുമോ ന്യൂസിൽ എവിടെയെങ്കിലും കണ്ട അവിടെ ആ ഷോയ്ക്ക് ഈ ടോപ്പിക്ക് എടുത്തൂടെ എന്ന് സെൻസിബിളായി ഇത്രയും നാളും വെരി റീസെന്റ് വരെ അവൾ ഇത് അയച്ചു തരും. അപ്പൊ അതൊരു ഒരാളുടെ എന്താ പറയാ ആ ഒരു ഡെഡിക്കേഷൻ ആണ്. അവർക്ക് വേറെ എത്രയൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കിപ്പോ ടോപ്പിക് ഏജന്റിന്റെ കാര്യം ഒരു വ്യക്തിക്കില്ലല്ലോ.
അതും കഴിഞ്ഞ് കൃത്യം ഈ അസുഖമാവുന്നതിന് ഒരു 2 weeks ബാക്ക് ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടേ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് അന്ന് ഉച്ചയ്ക്ക് പല പല കാര്യങ്ങൾ, ഇവള് ഇപ്പൊ പുതിയ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ പല കോണ്ടാക്ട് നമ്പേഴ്സും ഒക്കെ വേണ്ടതിനൊക്കെ മെസ്സേജ് അയക്കും. അന്ന് ഇതേപോലെ ഇവള് വയ്യാന്ന് കേട്ടിട്ട് മെസ്സേജ് അയച്ചു ചോദിച്ചു എന്താ പറ്റി എന്താന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു അത് എന്തോ എന്തോ ഒരു വയറിന്റെ ഇഷ്യൂ ആണ്. അപ്പൊ ഇന്ന് വൈകിട്ട് ബാക്കി കൊളോണോസ്കോപ്പി പോലുള്ള ബാക്കി ടെസ്റ്റുകളുണ്ട്, അപ്പൊ ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആവും എന്നായിരുന്നു ലാവണ്യമായിട്ടുള്ള ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. അന്നേരവും ചിന്തിച്ചില്ല, കാരണം ഇവളിങ്ങനെ ഇടയ്ക്ക് വയ്യാതെ ഒക്കെ ആവുന്ന സമയത്തൊക്കെ ചോദിക്കുമ്പോൾ പിന്നീട് നമ്മളുടെ സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു ചിന്തയില്ലല്ലോ. അതുകൊണ്ട് ആക്ച്വലി അതിന് ശേഷം ഇത് സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം മുമ്പാണെന്നു. അതിനുശേഷം അവളുമായിട്ട് ഇവളെന്നാ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നതിന് റെസ്റ്റ് എടുക്കുമായിരിക്കുമെന്നോ അല്ലെങ്കിൽ ഇവളെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കൂടെ പോയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളും ഞാനെന്നല്ല ഓഫീസിലെ പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, നമ്മളും ചോദിച്ചില്ല, അവളുടെ അടുത്തുനിന്ന് ഇങ്ങോട്ടുള്ള ഒന്നും വന്നുമില്ല. പക്ഷെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു അവസ്ഥ എന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ അവള് എന്താ പറയാ, ഞാൻ ഇപ്പോഴും ഇന്നും വിശ്വസിക്കുന്നില്ല ലാവണ്യ ഇല്ല എന്നുള്ളത്. കാരണം ജീവിതത്തിന്റെയൊക്കെ ഒരു എന്താ പറയാ, നമ്മുടെ വളരെ അടുത്ത ഒരു കുറച്ച് സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ അറിയാവുന്നവരുടെ ലിസ്റ്റ് എടുത്താല് അതിലുള്ള ഒരു 10 പേരെ എടുത്താൽ അതിൽ ഒരാളാണ് ലാവണ്യ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരാൾ ഇല്ല എന്ന് ചിന്തിക്കുന്നില്ലല്ലോ. ഒരാള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാവുന്നില്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ലാവുന്നില്ല, നമ്മുടെ സാഹചര്യങ്ങളിൽ ഇല്ലാതാവുന്നില്ല. അവളിവിടെ എവിടൊക്കെയോ തന്നെ ഉണ്ട്. പിന്നെ നമുക്കൊക്കെയുള്ള ഏറ്റവും കൺസേൺ, നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും 2 വളരെ ചെറിയ കുട്ടികൾ അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഒക്കെ ഉണ്ടായ കുട്ടികളാണ്. അപ്പോ ആ കുട്ടികൾക്ക് ഒരു ജീവിതം ഇനി പ്രോപ്പറായിട്ട് ഉണ്ടാവണം, അവരുടെ ഒരു ഫ്യൂച്ചർ, അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ നന്നാക്കണം എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ഇവിടെയുള്ള ഫ്രണ്ട്സ് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അത് എത്തട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ ഉള്ള ചിന്തയുള്ളൂ. താങ്ക് യു. അതെ പാർവതി, ഞാൻ പാർവതിയിലേക്ക് വരികയാണ്. പാർവതി കുറച്ച് ഇമോഷണൽ ആയിട്ട് തന്നെയാണ് ഈ സമയത്ത് സംസാരിക്കുന്നതെന്ന് അറിയാം. ശ്രീലക്ഷ്മി സത്യത്തില് റേഡിയോ കേരളത്തിലാണോ റേഡിയോ മലയാളം എന്നാണോ ശ്രീലക്ഷ്മി? അത് ഞാൻ വീണ്ടും വിട്ടുപോയി. റേഡിയോ മലയാളം അല്ലേ? റേഡിയോ മലയാളം. ശ്രീലക്ഷ്മി സംസാരിച്ചോളൂ. ശ്രീലക്ഷ്മിയുടെ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോളൂ. റേഡിയോ കേരളം 1476. അതെ, റേഡിയോ കേരളം. ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. ശ്രീലക്ഷ്മി, ആക്ച്വലി നമ്മൾ റേഡിയോ കേരളം 1476 എമ്മിലുള്ള എല്ലാവരും ഒരു 1 week ആയിട്ട് ഒരു 4-5 days ആയിട്ട് ഭയങ്കര ഒരു ഷോക്കിലാണ്. എനിക്ക് ലാവണ്യനെ റേഡിയോ കേരളത്തിലൂടെ അല്ല, എനിക്ക് അതിന് മുന്നേ അറിയാം. നമ്മൾ അതിന് മുന്നേ ഒരു ഓൺലൈൻ റേഡിയോയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. പക്ഷെ ആ സമയം ഞങ്ങൾ ഫോണിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം റേഡിയോ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇന്നലെ ഞങ്ങൾ റേഡിയോയുടെ 2nd ആനിവേഴ്സറി ആയിരുന്നു. അതിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. ബിക്കോസ് ഫ്രം day 1 നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ലാവണ്യ. നമ്മുടെ പല ഷോസിന്റെ പേരുകൾ സജസ്റ്റ് ചെയ്യുന്ന ലാവണ്യാണ്. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ചെയ്ത ഒരു ക്യാമ്പയിന്റെ പേര് ലാസ്റ്റ് മീറ്റിംഗിൽ സജസ്റ്റ് ചെയ്യുന്ന ലാവണ്യാണ്. ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്രസന്റർ, റേഡിയോ കേരളം 1476 ഏറ്റവും നല്ലൊരു പ്രസന്റർ ആണ്. ഭയങ്കര യുണീക്ക് ഐഡന്റിറ്റി ഉള്ള ഒരു ശബ്ദത്തിന്റെ ഉടമയാണ്. അപ്പോ അതിലുപരി ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ നല്ലൊരു സുഹൃത്താണ്. അപ്പം നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് വളരെ അപ്ഡേറ്റഡ് ആണ് എന്താണ് ആളുടെ ലൈഫിൽ നടക്കുന്നതെന്നൊക്കെ. എനിക്കൊന്ന് എന്നെക്കാളും വളരെ കൂടുതലായിട്ട് പ്രസാദേട്ടന് പറയാൻ പറ്റും. പ്രസാദേട്ടൻ ലാവണ്യയുടെ കൂടെ 24 hours ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോ നമ്മള് വാർത്തകൾ അറിയുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോ ആളപ്പോഴും ശ്രീ ഷോ മാനേജ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൊലീഗിനൊക്കെ ആൾക്ക് മെസ്സേജ് ചെയ്യും, എടാ ദീപക് അല്ലെങ്കിൽ ശ്രീ സ്വാതി എനിക്ക് വയ്യ, എങ്ങനെയാ ഷോ മാനേജ് ചെയ്യാം. നമ്മൾ പറയും റിലാക്സ്, നമ്മൾ ഷോ മാനേജ് ചെയ്യുന്നുണ്ട്, നീ റെസ്റ്റ് എടുത്തിട്ട് വായോ. അപ്പൊ ആ സമയം കൂടിയിട്ടും ആള് ഭയങ്കര പ്രൊഫഷണൽ ആണ്. എന്റെ ഷോ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഹെക്റ്റിക്കാവോ, ഞാനൊന്ന് ഓഫ് എടുത്താലും നിങ്ങൾക്കത് ഹെക്റ്റിക്കാവോ എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ലാവണ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോ ഞങ്ങൾക്ക് പോലും ഭയങ്കര ഷോക്കായിരുന്നു. ഞങ്ങൾ ആ സമയം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ലാവണ്യ ഇസ് എ വെരി സ്ട്രോങ് ഫീമെയിൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ആള് സൂപ്പർ ആയിട്ട് തിരിച്ചു വരും. അത് തന്നെയാണ് നമ്മൾ ആ 3 weeks പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ എന്റെ ലാസ്റ്റ് മെസ്സേജ് ഞാൻ ആൾക്ക് അയക്കുന്നത്
ഓൺ ഫ്രൈഡേ, അതായത് ആള് ഹോസ്പിറ്റൽ ആവുന്നതിന് 2 ദിവസം മുന്നേ, അതായത് ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഹോസ്പിറ്റൽ ആവുന്നതിന് 2 ദിവസം മുന്നേ. ബിക്കോസ് ഞാനും ലാവണ്യമാണ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത്. അത് ഈ പറയുന്ന പോലെ ഇപ്പം എനിക്ക് നല്ല കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഈ മീറ്റിംഗ് ഒക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് നമ്മളാ. നമ്മൾ വഴക്കിട്ടിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ലാസ്റ്റ് പറയും, എന്തുവാ നീ എന്തിനാ വെറുതെ എന്നെ ചൊറിഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പറയും നീ എന്തിനാ എന്നെ വെറുതെ ചൊറിഞ്ഞത്, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ വി ആർ ബാക്ക് ടു നോർമൽ. അപ്പൊ അതുകൊണ്ട് ഒരു 6-7 ഇയേഴ്സിന്റെ ബന്ധമാണ്. അപ്പോ പെട്ടെന്ന് ഇങ്ങനൊരു വാർത്ത ഇട്ടപ്പോ അന്ന് മോർണിംഗ് ഷോ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്, റേഡിയോ കേരളത്തിലെ മോർണിംഗ് ഷോ ഞാനാണ് ചെയ്യുന്നത്. ഒരു ഷോക്കായിരുന്നു. അതായത് ഞാൻ എങ്ങനെ ഷോ ചെയ്യും, അല്ലെങ്കിൽ ഷോയിൽ അത് ഒഫീഷ്യലി പറയുമ്പോ എന്റെ ശബ്ദമോ എന്റെ മനസ്സൊക്കെ ഇങ്ങനെ, നമ്മളൊരു റേഡിയോ പ്രസന്റർ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര ദുഃഖം ഉണ്ടെങ്കിലും നമ്മളത് മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം ലൈക്ക് ഞാൻ നമ്മുടെ ന്യൂസ് ടീമിലെ ഈശാമിക്കനോട് ഈശാമിക്ക എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ കൂടി നിങ്ങൾ ലാവണ്യയുടെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോ ഇറ്റ് ഹേർട്സ് എ ലോട്ട്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതലും പ്രസാദേട്ടന് കുറച്ചും കൂടി ലാസ്റ്റ് ഡേയ്സ് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ബട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ നല്ലൊരു ആർജേനെയാണ് ലൂസ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ എൻറ്റയർ ടീമിന് നല്ലൊരു മെന്ററിനെയാണ് ലൂസ് ചെയ്യുന്നത്, നല്ലൊരു സുഹൃത്തിനെ. ഷി വാസ് ലൈക്ക് എ സിസ്റ്റർ ഫിഗർ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സിസ്റ്റർ ഫിഗർ ആണ്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കുറച്ചു മുന്നേ പാർവതി പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ലാവണ്യോട് ചോദിക്കും, വേടാ വി ആർ ഗോയിങ് ത്രൂ ദിസ്, എന്ത് ചെയ്യണം. അതുപോലെ തന്നെയാണ് ആളും. ആളുടെ ലാസ്റ്റ് ഈ പറഞ്ഞതുപോലെ മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ആളുടെ സെക്കൻഡ് പ്രഗ്നൻസിക്ക് ഐ റിയലി സോ വാട്ട് ഷീ വെന്റ് ത്രൂ. ഓരോ സമയവും ഓരോ സ്കാൻ കഴിഞ്ഞ് വരുമ്പോഴും ആള് ഭയങ്കര അപ്സെറ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പറയും, എടാ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, എല്ലാം ഓക്കെ ആവും. അപ്പോ ആൾക്കാർ 2 മക്കൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോൾ വേൾഡ്. നമ്മള് ചിലപ്പോ മീറ്റിംഗ് ഇരിക്കുമ്പോൾ വരെ പറയും, ഞാൻ ദേ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരട്ടെ, അല്ലെങ്കിൽ മോന് പനിയാണ്. എപ്പോഴും നമ്മൾ ഒഫീഷ്യലി സംസാരിക്കാൻ തുടങ്ങുമ്പോഴും ആ മീറ്റിംഗ് എൻഡ് ആവുന്നത് ഞങ്ങൾ പേഴ്സണലി ഭയങ്കര കണക്ട് ആയതുകൊണ്ട് തന്നെ ഓരോ എല്ലാവരുടെ മക്കളെ കുറിച്ചും വീട്ടിലെ കാര്യവും ഒക്കെ പറഞ്ഞാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു. ഇന്നലെ നമ്മൾ റേഡിയോയുടെ 2nd ആനിവേഴ്സറി ചെയ്യുമ്പോൾ പോലും ഞങ്ങളുടെ ഉള്ളില് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യണോ, ആനിവേഴ്സറി ആയിട്ട് മുന്നോട്ട് പോകണോ, പക്ഷെ വീണു അത് നമ്മൾ വളരെ അപ്സെറ്റ് ആയി ഇരിക്കുകയാണെങ്കിൽ ആരും അപ്സെറ്റ് ആയിട്ടിരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ലാവണ്യ. അപ്പോ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഇറ്റ്സ് ക്വൈറ്റ് ഷോക്കിംഗ്. നമ്മള് റേഡിയോ കേരള 1476 ടീം ഇപ്പോഴും അതങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് ഞങ്ങളുടെ പല ടൈറ്റിൽസ് പോകുന്നത് ലാവണ്യയുടെ ശബ്ദമാണ്. ഇപ്പോഴും ഞാൻ ഷോ ചെയ്യുമ്പോൾ എന്റെ ഷോ കഴിഞ്ഞ് തൊട്ടടുത്ത ഷോ ലാവണ്യയുടെയാണ്. സോ ലാവണ്യ സൂമിലൂടെയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും ഷോ ചെയ്യുമ്പോൾ എന്റെ സൈഡിൽ എപ്പോഴും ലാവണ്യ വന്നിരുന്നിട്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ കാണിക്കും. ഞാൻ ഈ കോളേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ആൾ അവിടെ നിന്ന് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഇപ്പോഴും ആ സ്ക്രീനിൽ ലാവണ്യയുടെ ഫോട്ടോയും എന്റെ ഷോന്റെ ടൈറ്റിൽ എന്നാ ചെയ്തേക്കുന്ന ലാവണ്യാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എന്റെ ആ ഷോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര വിഷമത്തോടെയാണ് തുടങ്ങുന്നത്. ബട്ട് ഇറ്റ്സ് എ ടഫ് ഫേസ്. നമ്മുടെ എൻറ്റയർ ടീം, ഞാൻ എന്റെ കാര്യം മാത്രമല്ല, എൻറ്റയർ റേഡിയോ കേരളം 1476 AM ഓരോ സ്റ്റാഫ് മെമ്പറും ഭയങ്കര ഷോക്കിലാണ്. നമ്മൾ അതിൽ നിന്ന് ഇപ്പോഴും ആക്ച്വലി റിക്കവർ ആയിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മളിപ്പോഴും ലാവണ്യയുടെ ഫോട്ടോ കാണുമ്പോഴും ലിസണേഴ്സ് വിളിച്ച് ലാവണ്യയുടെ കാര്യം ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ ലാവണ്യയുടെ ഒരു ശബ്ദം കേൾക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ നടന്നോ, അല്ലെങ്കിൽ ലാവണ്യ ഇപ്പൊ ഇല്ലല്ലോ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ടഫാണ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ. ബിക്കോസ് എല്ലാ ദിവസവും കാണുന്നവരാണ്, എല്ലാ ദിവസവും സംസാരിക്കുന്നവരാണ്. ബട്ട് ഐ തിങ്ക് കുറച്ച് കൂടുതൽ ലാവണ്യയുടെ ലാസ്റ്റ് ഡേയ്സ് പ്രസാദേട്ടന് പറയാൻ കഴിയും. താങ്ക് യു. അതെ, പത്മേന്ദ്ര പ്രസാദ് നമുക്കൊപ്പം ഉണ്ട്. കേരളത്തിൽ നിന്ന് പത്മേന്ദ്ര പ്രസാദ് നമുക്കൊപ്പം ഉണ്ട്. അതിനു മുമ്പ് ലാവണ്യയുടെ അടുത്ത സുഹൃത്തുക്കൾ 2 പേർ UFM ഉണ്ടായിരുന്ന 2 പേരാണ്, ശ്വേതയും ലൂസിയും. ഞങ്ങൾ അവസാനത്തെ കോവിഡ് സമയത്തെ സെഷനിൽ ഇരുന്നപ്പോൾ ലൂസിയും ലാവണ്യയുമാണ് ഒരുമിച്ചുണ്ടായിരുന്നത്. ലൂസിയ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ലൂസി കുറച്ച് വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞിരുന്നു. ഇതിനകത്ത് വ്യക്തിപരമായ ആവശ്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു സെഷൻ ആയതുകൊണ്ട്, ഒരു ഓർത്തെടുക്കലായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്മരണ ആയതുകൊണ്ട് നമുക്ക് കൂടെ ഉള്ളവർക്ക്
എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിട്ടുപോയിട്ട് സെഷൻ തീരുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത സെഷനിൽ ജോയിൻ ചെയ്യാം. ഞാനിപ്പോ ലൂസിയയിലോട്ട് പോവാണ്. നമ്മളെല്ലാവരും കൂട്ടുകാരാണ്, അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഏതെങ്കിലും തരത്തിലുള്ള ഔപചാരികതകളില്ല. ലൂസിയ പറ്റുമെങ്കിൽ ആ ഫോണൊന്ന് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു, ഇല്ലെങ്കിലും കുഴപ്പമില്ല. I don't know how the view is. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇതിൽ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ മെയിനായിട്ട് ഇത് തന്നെയാണ്. ലാവണ്യായിട്ട് എനിക്ക് തോന്നി ഇപ്പൊ ഈ സ്ക്രീനിൽ ഇപ്പൊ നമ്മുടെ ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെക്കാട്ടിലും ഏറ്റവും കുറവ് സമയം പ്രോബ്ലി ഞാനായിരിക്കും അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശ്വേതേനെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ UFM-ലുള്ള. ഐ നെവർ ഗോട്ട് എ ചാൻസ് ടു സീ ഹർ. ഞാൻ ഷോസ് ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ ഇവരൊക്കെ ശ്വേത പോയതിനു ശേഷമാണ് ഞാൻ UFM-ൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് ശ്വേതയെ നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. ബട്ട് ലാവണ്യെ കുറിച്ച് എനിക്ക് ഓർക്കാനായിട്ടുള്ള ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം, കുറച്ച് നാളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും എല്ലാരും പറഞ്ഞതുപോലെ ഷീസ് എ വെരി ബ്യൂട്ടിഫുൾ സോൾ. എന്ന് വെച്ചാൽ ഒരു ആസ് എ ഹ്യൂമൻ നോക്കുമ്പോൾ വളരെ വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഷോസ് ഒക്കെ ചെയ്യുന്നതിന് പ്രൊഫഷണലിസം ഓഫ് കോഴ്സ് ലാവണ്യയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു ദേ ക്യാൻ ബി മോർ ബെറ്റർ ആൻഡ് ക്രിസ്പ് ഓൺ വാട്ട് ദേ ആർ സേയിങ്. അവർ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതലൊന്നും എനിക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കില്ല. ലൈക്ക് ഐ സെഡ്, ഐ വാസ് ഷോർട്ടസ്റ്റ് മെമ്പർ വിത്ത് ദി UFM ടീം. കുവൈറ്റ് തന്നെയാണ് ഞാൻ ജനിച്ച് വളർന്നതും പഠിച്ചതും ഒക്കെ. അപ്പൊ UFM-ലേക്കുള്ള ഒരു ജേർണി എനിക്ക് വളരെ സ്പെഷ്യൽ ആയിരുന്നു. അപ്പം കുവൈറ്റിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ UFM വാസ് ലൈക്ക് എന്താ പറയാ, ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് തരുന്ന ഒരു FM സ്റ്റേഷൻ ആയിരുന്നു. കാര്യം കുവൈറ്റിൽ അങ്ങനെ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ ആക്ച്വലി സ്റ്റേഷൻ ഇല്ല. UAE-യിലോ മറ്റ് GCC കൺട്രീസിലെ പോലെ കുവൈറ്റ് is one place where there has never been anything before UFM and there is still nothing after UFM. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള RJ എന്ന് പറയുമ്പോൾ ഞാൻ ടോക്കിംഗ് അബൌട്ട് 2011-12 അല്ലെ ശ്വേത, ഐ തിങ്ക് അറൌണ്ട് ദാറ്റ് ഇയർ. 11-12 എന്നുള്ള ടൈമിലാണ് UFM കുവൈറ്റിലുണ്ടായിരുന്നത്. ആ സമയത്ത് കുവൈറ്റിലുണ്ടായിരുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഐ കാൺ എക്സ്പ്രസ് ഇറ്റ്. കാരണം ശ്വേതയ്ക്ക് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നിട്ട് തിരിച്ചു പോയി. പക്ഷെ ഞാൻ ഇപ്പോഴും കുവൈറ്റിലുള്ളതുകൊണ്ട് ഇപ്പോഴും ടോക്കിംഗ് അബൌട്ട് ആഫ്റ്റർ ലൈക്ക് 14-15 years ഇപ്പൊ പോലും ആളുടെ ഇടയിൽ ചെല്ലുമ്പോൾ പലരും നമ്മളെ കാണുമ്പോഴും ചോദിക്കുമ്പോഴും ദേ റിമെമ്പർ us through UFM, ആ റേഡിയോ സ്റ്റേഷൻ. അപ്പൊ UFM-ൽ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ എവിടെ എന്റെ പേര് പറഞ്ഞ് ഞാൻ UFM എന്ന് പറഞ്ഞു ഉടനെ ആസ്ക് അബൌട്ട് ലാവണ്യ. സോ ദി ഇമ്പാക്ട് ഷീ ഹാസ് ക്രിയേറ്റഡ് വിത്ത് ദ സ്റ്റേഷൻ ഇൻ കുവൈറ്റ് ഇസ് അൺബിലീവബിൾ. അത് വാക്കുകളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ലാവണ്യ ഇവിടുന്ന് ഇപ്പൊ എന്താണ് കുവൈറ്റിൽ നിന്ന് പോയിട്ട് ഇപ്പൊ ഇത്രയും വർഷങ്ങളായി. എങ്കിൽ പോലും UFM-ന് എന്തെങ്കിലും പ്രോഗ്രാംസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ UFM-ന്റെ ആളുകൾ കൂടുമ്പോൾ റേഡിയോ കേട്ടിരുന്ന ആളുകൾ, മലയാളികൾ എല്ലാവരും തന്നെ വിശ്വസിച്ച് മെജോറിറ്റി ഓഫ് മലയാളികൾ എവിടെ കൂടിയാലും അവർ ഉടനെ ചോദിക്കും റേഡിയോയിൽ ഉണ്ടായിരുന്ന ലാവണ്യ, അതുപോലെ ശ്വേത, അതുപോലെ അമൻ, പിന്നെ അതിലുണ്ടായിരുന്ന ടീം ഫിറോസിനെയൊക്കെ പലരും ഇപ്പൊ കാണുന്നുണ്ട്. അതിലൊന്ന് ടീമൊക്കെ എവിടെയാണ് ഇപ്പൊ കുവൈറ്റിൽ നിന്ന് പോയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പല സ്റ്റേറ്റ് ഷോസും പല ഗാനമേളയിലും ഒക്കെ പാടാനും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും തരാത്തൊരു സ്നേഹവും ഒരു പ്രസൻസുമാണ് UFM ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ ഏത് ഷോയിലും UFM എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കുന്ന ലാവണ്യ തന്നെയാണ്. ഐ ഡോ നോ, ഇസ് ഇറ്റ് ദ വോയിസ് ഓർ ഇസ് ഇറ്റ് ദ നെയിം സ്റ്റാർട്ട് സിമിലാരിറ്റി കൊണ്ടാണോ UFM എന്ന് പറയുമ്പോഴത്തേക്ക് ആ ലാവണ്യാണോ എന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാവണ്യനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ ബോണ്ടിങ് ആണ് ലാവണ്യായിട്ട്. ഷീ ഈസ് ആക്ച്വലി അമംഗ് ദി ടീം മെമ്പേഴ്സ് ഹു ടോട്ട് മീ ദ റേഡിയോ വേർഷൻ ഓഫ് ഹൗ ടു യൂസ് ദ മൈക്ക്. റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് വേ ഓഫ് ആങ്കറിങ്. മൈക്കിൽ നമ്മൾ ലൈവ് സ്റ്റേജിൽ പോകുന്ന പോലെ അല്ല, റേഡിയോമായിട്ടുള്ള ഒരു ആ മൈക്കുമായിട്ടല്ല, അങ്ങനെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ വിത്ത് ദ മൈക്ക് ദർ. ആ ഒരു മെന്ററിങ് എനിക്ക് തന്നത് ലാവണ്യം അമ്മനുമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഓരോ ഷോയ്ക്ക് കയറുമ്പോഴും ലൈക്ക് ഐ തിങ്ക് ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ ഓർ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ലേഡി പറഞ്ഞതുപോലെ ഷീസ് എ വെരി വെരി സ്ട്രോങ് പ്രൊഫഷണൽ. അവൾക്ക് കറക്റ്റായിട്ട് എന്താണ് ആ ഷോയിൽ നിന്നുള്ള പ്രിപ്പയർഡ് എന്നൊന്നും നമുക്ക് തോന്നില്ല പ്രിപ്പറേഷൻ ഉണ്ടെന്ന്. ചാടി ഓടി അവിടെ നിന്നൊക്കെ വരും, ചടപടാന്ന് സാധനം എടുക്കും, മൈക്ക് ഓൺ ചെയ്യും. ദ വേ ഷീ സ്റ്റാർട്ട്സ് ഷോ എപ്പോഴും നമ്മൾ വളരെ ഈഗറായിട്ട് നോക്കി എന്നുള്ളത് എങ്ങനെ ഇപ്പൊ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരണമെന്നാണ്. ഞാൻ എപ്പോഴും ചോദിക്കട്ടെ, നീ മൈക്കിന് മുമ്പ് എങ്ങനെ ഇതൊക്കെ പറയണു? ചടപടാന്നാണ് സംഭവങ്ങളൊക്കെ. അതായത് ഭയങ്കര ഞാൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിന്നിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയണല്ലോ അവനയുടെ ഷോസ്. ദ ഇമ്പാക്ട് ഷീസ് ക്രിയേറ്റഡ്. ഇപ്പൊ പേഴ്സണൽ എന്ന് ഫിറോസ് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ഓർക്കുക, ഞാനിപ്പം എനിക്ക് ഇപ്പൊ 6 മണി, എനിക്ക് എന്റെ മക്കളുടെ ട്യൂഷൻ ഉണ്ട്, അല്ല അവർക്കുള്ള ഭക്ഷണം, അവരുടെ കാര്യം. എനിക്ക് ആസ് എ മദർ ഐ തിങ്ക് ഓൾ ദ ലേഡീസ് ആർ ജനറലി അങ്ങനെയാണ്, ഒരു കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. എനിക്ക് ലാവണ്യ പോയതിൽ ഏറ്റവും സങ്കടം പെട്ടെന്ന് തോന്നുന്ന അവളുടെ മക്കളുടെയാണ്. ആൻഡ് ഞാൻ ലാവണ്യക്ക് 2ാമത് കുട്ടി ഉണ്ടായ സത്യം പറഞ്ഞ് അറിഞ്ഞിട്ടില്ല. അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വാട്സാപ്പ് സ്റ്റേറ്റസ് ഒന്ന് ചോദിച്ചോട്ടെ എന്ത് പറ്റി. അപ്പൊ ഷീ ജസ്റ്റ് വെരി വേഗ്ലി ടോൾഡ് മീ ഇങ്ങനെ ചെറിയൊരു വയറ്റിലൊരു ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ടെസ്റ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാണ്, നീ പ്രാർത്ഥിക്കണം.
I'm like, of course, like, നേരത്തെ പറഞ്ഞ പോലെ ഷീസ് സപ്പോസ് ടു ബി എ വെരി സ്ട്രോങ് ഫിഗർ, വളരെ ബോൾഡ് ആയിട്ടുള്ള ലേഡിയാണ്. അപ്പൊ നമുക്ക് ഒരു ഇതുണ്ട്, ഒന്നും ഉണ്ടാവില്ല, ബാക്ക് ഡോണ്ട് വറി, ഐ പ്രേ ഫോർ യു. അപ്പൊ ആൾക്കൊരു കുഞ്ഞു കുട്ടി ഉണ്ടെന്നുള്ളത് തന്നെ ഞാനും മരണത്തിന് ശേഷമാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് കൂടുതൽ ഷോക്കായിരുന്നു. ഞാൻ രാകേഷിലൂടെയാണ്, രാകേഷ് നമ്മുടെ UFL ഉണ്ടായിരുന്നു, ഐ എം ഷുവർ ഫിറോസ് ആൻഡ് ശ്വേത മേനു. അപ്പം രാകേഷ് ആണ് പറഞ്ഞത് ഇങ്ങനെ അവൾക്ക് ജസ്റ്റ് 1 year ബാക്ക് ഷീ ഹാഡ് എ സെക്കൻഡ് ചൈൽഡ്. സോ ഐ വാസ് ഷോക്ഡ്. എനിക്ക് മെയിൻ ആയിട്ട് ഇതായിരുന്നു, ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇമോഷണലി വി ഗെറ്റ് ഡ്രെയിൻഡ്. ഒരു മദറിന് കൊടുക്കാൻ പറ്റുന്ന പോലെ ചിലപ്പം ഐ ഡോണ്ട് നോ, ഫാദേഴ്സിന് സ്നേഹമാണ്, ഒത്തിരി സ്നേഹമാണ്, പക്ഷെ അമ്മമാർ നോക്കുന്ന പോലെ അല്ല ഒരിക്കലും. ഫാദർ ഫിഗർ ഒരു റോൾ മോഡലാണ്, പക്ഷെ അമ്മയാണ് അവരെ കൊണ്ട് കൂടെ നിർത്തി കൊണ്ടുപോകാൻ. എനിക്കറിയില്ല വാക്കുകൾ എങ്ങനെയാ പറയേണ്ടെന്നുള്ളത്. അപ്പൊ ആ ഒരു ഇമോഷൻ എനിക്കിപ്പോ എന്റെ മക്കളോട് തോന്നുന്നതിനെക്കാട്ടിലും അവൾക്ക് പ്രോബ്ലം എത്ര മടങ്ങ് കൂടുതലായിരുന്നിരിക്കാം, ബിക്കോസ് ഷീ ഹാഡ് വെരി ലേറ്റ് ചിൽഡ്രൻ, കുറെ വൈകിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ദേ വർ ലൈക്ക് ഹെർ വേൾഡ്. അപ്പൊ ആ വേൾഡിൽ ഇനിയിപ്പം മക്കൾക്ക് എന്താണ് മുന്നോട്ടിൽ എങ്ങനെയാണെന്നുള്ള ഒരു പ്രയാസം ശരിക്കും എനിക്കുണ്ട്. ഞാൻ ഐ ഹവ് ബീൻ തിങ്കിങ് ഓഫ് ഇറ്റ് ഫോർ എ ലോങ് ടൈം. അത് തന്നെയാണ് ആക്ച്വലി ഫിറോസ് പറഞ്ഞ ഉടനെ തന്നെ ഐ വാസ് ഓൾ ദ റെഡി ടു കം ഓൺ, ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു, ബിക്കോസ് ലൈഫ് ഹാസ് ടു ഗോ ഓൺ അല്ലേ. പോയി എന്നുള്ളത് തീർച്ചയായിട്ടും പോയി വലിയൊരു നഷ്ടമാണ്. ഒരിക്കലും അത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലും ആർക്കും അതിന്റെ പ്ലേസ് കൊടുക്കാൻ സാധിക്കില്ല. മക്കൾക്കൊക്കെ അതിന്റെ റിയലൈസേഷൻ ഉണ്ടോന്ന് പോലും ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഡു ദേ നോ. അപ്പം അതേ ഒരു വലിയ പ്രയാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയായിരിക്കും അവരത് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഐ ഡോണ്ട് നോ. പ്രോബ്ലി ഹൂവർ ഇസ് അസോസിയേറ്റ് വിത്ത് ഹർ. അപ്പൊ ഫാമിലി ആയിട്ട് ആരെങ്കിലും അടുത്ത് നിൽക്കുന്നവർക്കുണ്ടെങ്കിൽ ആർക്ക് ചിലപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഷെയർ ചെയ്യാൻ സാധിക്കുമായിരിക്കും. സോ ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഇറ്റ് വെരി ഷോർട്ട് ആൻഡ് സേ ലാവണ്യ ഈസ് എ സോൾ ഹൂ വിൽ പ്രോബ്ലി നെവർ ബി ഓഫ് ഫ്രം മൈ മൈൻഡ്. എന്റെ ലൈഫിന്റെ ഒരു UFM എന്നൊരു ലൈഫ്, ആ ഒരു എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വർഷം അല്ലെ ആ ഒരു ടൈം, എന്റെ ആ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറി, സ്ട്രോങ് ആയിട്ടുള്ള ഹോൾഡ് അവിടെയുള്ള കുറച്ച് ആളുകളാണ്. ആൻഡ് ഐ വിൽ ഓൾവേസ് ചെറിഷ് ദോസ് മൂമെന്റ്സ്. ആ ഒരു ടൈമിൽ കൂടെ ദ ഇമ്പാക്ട് ദാറ്റ് UFM അല്ലെ ആ ഒരു ടീം ഉണ്ടാക്കിയിട്ടുള്ളത് can never be expressed in words. അപ്പൊ മക്കള് മാത്രമാണ് ഇപ്പൊ ഞാൻ അജിത്ത്, ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ എനിബഡി, ആർക്കും എളുപ്പമൊന്നുമല്ല, പക്ഷെ കുഞ്ഞു മക്കളാണ് എപ്പോഴും നമുക്കൊരു ആസ് എ മദർ ഐ ഫീൽ അതെനിക്ക് ഭയങ്കര ഒരു വേദനയാണ്. ഐ കാൺ ഇവൻ ഇമാജിൻ ഹൗ ആർ ദ കിഡ്സ് ഗോയിങ് ടു ഫേസ് ഇറ്റ്. കുഞ്ഞുങ്ങൾക്ക് അറിയാമോ അതൊക്കെ ഒരു വലിയ പ്രയാസമുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ബിഫോർ ഐ ലീവ്, എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്നത്, ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഇനി ദേ ഹാവ് എ ലോങ് വേ അഹെഡ്, കുറെ കാര്യങ്ങൾ അവർക്ക് മുമ്പോട്ടുണ്ട്, പഠിത്തവും അവരുടെ ഒരു ഫ്യൂച്ചറും. അപ്പം ആ തരത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്നെ കൊണ്ടാവുന്ന തരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും മൈ ഹസ്ബൻഡ് ഇസ് ഓൾസോ വെരി കീൻ ടു നോ എങ്ങനെയാണ്, വാട്ട് ക്യാൻ വി ഡു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ. ആ തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് ഫ്രണ്ട്സ്, ആസ് എ ഗ്രൂപ്പ്, ആസ് എ ടീം, ഐ വുഡ് ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ഇറ്റ് ആസ് വെൽ എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഐ തിങ്ക് ഫിറോസ് ഇസ് വൺ ഓഫ് എ കോമൺ പോയിന്റ്സ്, അപ്പം എന്നെയും കൂടെ അതിൽ ചേർക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. സോ ഐ ഹോപ്പ് വി ക്യാൻ മേക്ക് എ ചേഞ്ച് ഇൻ ദിയർ ലൈഫ്. കുഞ്ഞുങ്ങൾക്കുണ്ടായ നഷ്ടം ഒരിക്കലും നമുക്ക് വാക്കുകളിലോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ലെങ്കിലും അവർക്ക് ഇനിയുള്ള ലൈഫിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ സെക്യൂർ ആക്കാൻ, എല്ലാവർക്കും ഒരു മോറൽ സപ്പോർട്ടായിട്ടോ അവർക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ please do remember me as well. And I think that's what I would like to say about her. And I hope her soul is at peace, because she can be at peace. അവളെ ഓർത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവളുടെ ഫാമിലിയെ കുറിച്ച് ഓർക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളത് I'm sure she's watching us from heaven. So I just want to say that ഞാനും അതിന്റെ ഒരു ഭാഗം, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും അതിന്റെ ഒരു ഭാഗമാകാനായിട്ട് I would be really interested ഏതെങ്കിലും തരത്തിൽ. And that's it. Thank you very much. അതെ ലൂസിയ, വസുന്ധരയും വിഹായസും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ലാവണ്യയുടെ സ്ഥാനത്ത് ഇപ്പൊ നമ്മളായാൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പത്മേന്ദ്ര പ്രസാദ് നേരത്തെ പലതവണ ശ്രീലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു പ്രസാദിന്റെ കാര്യം. പത്മേന്ദ്ര പ്രസാദ് വളരെ അടുത്ത ഫാമിലിയുമായി, പ്രത്യേകിച്ച് ലാവണ്യയുമായി മാത്രമല്ല നവനീത് വർമ്മയുമായിട്ട്, അതായത് ലാവണ്യയുടെ കണ്ണനുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പങ്കിടുന്നവരാണ്. അവരൊരുമിച്ചാണ് ജാസി ഗിഫ്റ്റ്, അതുപോലെ പത്മേന്ദ്ര പ്രസാദ്, നവനീത് വർമ്മ, അവരുടെ ഒരു കുറെ സ്വപ്നങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരാണ്. അപ്പൊ അവരുടെ പല പ്രോഗ്രാമുകൾ പോലും അവർ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഒക്കെ ഇനി ഒരു മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ ഒക്കെ മാറ്റിവെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വല്ലാത്തൊരു നിർഭാഗ്യകരമായ സാഹചര്യം ആണെന്ന് പറയാം. പ്രസാദ് എനിക്ക് തോന്നുന്നു കൂടുതൽ അവൻ വസന്തയെ കുറിച്ചും അതുപോലെ വിഹായസിനെ കുറിച്ചും ഒക്കെ അവരുടെ ഒരു പശ്ചാത്തലവും ഒക്കെ പറയാൻ എനിക്ക് തോന്നുന്നു പ്രസാദിന് പറ്റും. പ്രസാദ്, നമുക്ക് എങ്ങനെയാണ് ഇപ്പോ ആ ഒരു സാഹചര്യം പ്രസാദ് ഓർത്തെടുക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം പ്രസാദ്.
ആ, ഞാനിപ്പോ ഇരിക്കുന്നത് ലാവണ്യയുടെ വീട്ടിലാ. എനിക്ക് ലാവണ്യല്ല, രമ്യയാണ്. കണ്ണന്റെ ഭാര്യ രമ്യ. ഈ കണ്ണൻ ഞങ്ങൾക്ക് സ്കൂൾ തലം മുതൽക്കുള്ള ബന്ധമാണ്. ഒരു സഹോദരനെ പോലെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ്. നമ്മൾ കുട്ടിക്കാലത്തുള്ള സൗഹൃദം തുടർന്ന് നമ്മുടെയൊക്കെ പ്രൊഫഷൻ ബിൽഡ് ചെയ്യപ്പെടുമ്പം അപ്പോഴും നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ. ഈ രമ്യയെക്കുറിച്ചും കണ്ണനെ കുറിച്ചും ഒക്കെ പറയുമ്പം ഈ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കണ്ണനൊരു പ്രണയമുണ്ടെന്ന് അറിയുമ്പോൾ. ഞങ്ങളുടെ കുട്ടിയെ കണ്ടിട്ടില്ല. ഒരു ദിവസം ഇങ്ങനെ വണ്ടിയിൽ പാസ് ചെയ്ത് പോകുമ്പം രണ്ടുപേരുടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഓപ്പോസിറ്റ് സാഫല്യം കോംപ്ലക്സിന്റെ മുമ്പില് ലാവണ്യ ഇങ്ങനെ ഒരു കൈനറ്റിക് ഹോണ്ട സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ണനന്റെ പുറകിൽ കയറുന്നു. അങ്ങനെ രണ്ടുപേരുടെ പാസ് ചെയ്യുന്നു. അപ്പൊ വണ്ടിയിൽ നിന്ന് നിർത്തി ഇറങ്ങാനോ വിളിക്കാനോ ഒന്നും പറ്റില്ല. ആദ്യമായിട്ട് ഞാൻ ലാവണ്യ എന്ന രമ്യയെ കാണുന്നത് അന്നാണ്. പിന്നീട് പരിചയപ്പെട്ടു. അന്ന് RJ അല്ല, അന്ന് അദ്ദേഹം മാർക്കറ്റിംഗ് പ്രൊഫഷണലാണ് ക്ലബ് FM-ലെ. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെയുള്ള ഒരു ജീവിതമുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമായിട്ട് ഒതുങ്ങി ഒരു ചെറിയ വീടൊക്കെ റെന്റിനെടുത്ത് അവിടെ ഇങ്ങനെ വലിയ കാര്യങ്ങളാണ് അവര്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷം കണ്ടെത്തി അവരവിടെ ഇങ്ങനെ അവരുടെ ജീവിതം ബിൽഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോഴും വളരെ സന്തോഷം, നല്ല സഹകരണം, നല്ല സ്നേഹം. പിന്നെ ലാവണ്യെ സംബന്ധിച്ച് അറിയായിരിക്കുമല്ലോ, വളരെ പൊസസീവായി സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ സുഹൃത്ത്, എല്ലാം അങ്ങനെ എൻ്റെ എന്ന് പറഞ്ഞ് അല്പം സ്വാർത്ഥമായി തന്നെ, അത് മോശം സെൻസിലല്ല ഞാൻ പറയുന്നത്, അങ്ങനെ കണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. എന്തിനേയും എന്റേതെന്ന് എന്തിനേയും എന്റേതെന്ന് കരുതാൻ ആഗ്രഹിക്കുന്ന, എന്റേതായി കഴിഞ്ഞതെല്ലാം എന്റേത് മാത്രം എന്ന് ചിന്തിച്ച് വർക്ക് ചെയ്യുന്ന, അത് വർക്കിലും ബന്ധങ്ങളിലൊക്കെ അങ്ങനെയാണ്. പിന്നീട് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഈ റേഡിയോ കേരളം 1476 AM ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അവിടേക്ക് പ്രോഗ്രാം ഇൻചാർജ് ആയിട്ട് ഞാൻ ഇങ്ങനെ വരുന്നു. അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ലാവണ്യയും നവനീത് വർമ്മയൊക്കെ എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാനും സാധിച്ചു. ഈ വർക്കിനിടയിലൊക്കെ ചിലപ്പം ഈ വർക്ക് സംബന്ധമായിട്ടൊക്കെ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുകയും പെട്ടെന്ന് വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരിക്കല് എത്രയോ 10-16 കട്ട്സ് വേണം, ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് അയക്കുകയാണ്. അപ്പോ ഞാൻ നോക്കുമ്പോ ഒരു 8 കട്ട്സ് കിട്ടി കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ നമുക്ക്. അപ്പൊ ഞാന് വിളിച്ചിട്ട് വേറെ ചോദ്യമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ചൂടാവാണ്. ഇത് എന്താണിത്, ഇത്രയും മണിക്കൂർ പോകേണ്ട ഷോ അല്ലേ, ഇത്ര മാത്രം വെച്ചിട്ട് എങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റും, ഇത് അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞു. സോറി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ അത് കറക്റ്റ് ആക്കാം എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അപ്പൊ ഇതൊരു 2 കട്ട്സോട്ട് ആഡ് ചെയ്തു. പിന്നെ ഇല്ല, ഞാൻ ചോദിച്ചത്രയില്ല, നമുക്ക് ഈ 3 മണിക്കൂർ കൊണ്ടുപോകാനുള്ള കണ്ടന്റ് ഇല്ല. ഞാൻ വിളിച്ചു ഭയങ്കരമായിട്ട് ചൂടായി. ഇത് ഞാൻ അന്വേഷിക്കുന്നൊന്നുമില്ല, ഇത് എന്തുകൊണ്ട് എന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല. അപ്പം കുറച്ചു നേരം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നു, ഞാൻ നാളെ ശരിയാക്കാം. കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, കണ്ണ ഇത് എന്താ ഇതെങ്ങനെ എന്ന് ചോദിച്ചപ്പം കണ്ണനെ പറഞ്ഞ, ചേട്ടാ രമ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്,
അവൾക്കൊട്ടും വയ്യ. അതിനിടയിൽ ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എഴുന്നേറ്റിരുന്ന് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ, അത് കേട്ടപ്പോഴത്തേനും ഞാൻ ആകെ തകർന്നു. ഞാൻ പെട്ടെന്ന് ഈ അങ്ങോട്ട് ചീത്ത വിളിച്ച അടുത്ത 10ാമത്തെ മിനിറ്റിൽ ഞാൻ തിരിച്ചു വിളിക്കും. അപ്പം അവിടെ രമ്യ മുമ്പേ എന്നോട് ഇങ്ങോട്ട് കരഞ്ഞോണ്ട് സംസാരിച്ചതുപോലെ തിരിച്ചങ്ങോട്ടാണ് നമുക്ക് സങ്കടമായി പോയി. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ അറിഞ്ഞില്ല, എന്താ ഹോസ്പിറ്റലിലാന്ന് പറയുന്നേ. ഞാൻ പറയും, ചേട്ടൻ അങ്ങനൊന്നും പറയാൻ പോലും സമ്മതിച്ചില്ല, ഇങ്ങോട്ട് വിളിക്കുന്നതേ വഴക്ക് പറഞ്ഞുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞു. ഏതാണ്ട് ഇങ്ങനെയാണ് ആ കുട്ടി എത്ര വയ്യെങ്കിലും ജോലി ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഒട്ടും വയ്യെങ്കിലും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു നേച്ചറാണ്. പിന്നെ ഈ അസുഖം അതൊരു വല്ലാത്ത സംഗതിയാണ്. കാരണം ഈ ജീവിതത്തിന്റെ വലിയൊരു ഭാഗത്തിലും മക്കളൊന്നും ഇല്ലാത്തതിന്റെ വിഷമം നമ്മൾ കണ്ടതാണ് അവരുടെ. അത് കഴിഞ്ഞ് അവർക്ക് 2 നല്ല മക്കളെ കിട്ടി. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ഈ നൂലുകെട്ടിനൊക്കെ ഫോട്ടോ എടുത്തേക്കുന്നത് ഞാനാണ്. മൂത്ത മോളുടെ നൂലുകെട്ടിന് ഫോട്ടോ എടുത്തേക്കുന്നത് ഞാനാണ്. അപ്പൊ ഞാനിങ്ങനെ കൂടെ തന്നെ ഉണ്ട് അവരുടെ കൂടെ. അപ്പൊ അവരുടെ ആ സന്തോഷം, 2ാമത്തെ ആളുടെ ഞങ്ങള് പോകുന്നു, ഇതൊക്കെ കണ്ട് അപ്പൊ നമ്മള് അവര് സെറ്റിലായല്ലോ, പിന്നെയും ആ ഒരു വലിയ ദുഃഖം അവർക്ക് മാറിക്കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ദുര്യോഗം. ഇപ്പൊ ഇന്ന് ഇവിടെ ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന കാണുമ്പം ഇപ്പൊ ഇവര്, ഞാൻ പറഞ്ഞില്ല, ഇവരുടെ മാത്രമായ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പൊ അവര് ഒരുമിച്ച് ഇങ്ങനെ എത്ര തിരക്കും എത്ര വർക്കുണ്ടെങ്കിലും കണ്ണനും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. രമ്യയാണെങ്കിൽ എങ്ങനെങ്കിലും ജോലി തീർത്ത് കഴിഞ്ഞാൽ അപ്പോഴേ എത്തും. എന്നിട്ട് അവര് 4 പേരും കൂടി ഇങ്ങനെ എമോട്ടിയോ ലുലു മോളോ ബീച്ചിലോ ഒക്കെ പോവും. വെറുതെ ഇങ്ങനെ കറങ്ങി തിരിച്ചു വരും. രമ്യ പോയി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളിരിക്കുകയാണ്, അമ്മയെ വിളിക്കുക, നമുക്ക് പോവാം, ഇവിടെ ആൾക്കാരുടെ ബഹളം, കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോ പിന്നെ ഈ വണ്ടി എടുത്തോണ്ട് ഈ കുഞ്ഞുങ്ങളെ ആ യാത്രയുടെ ശീലം, അതിന്റെ പുറത്ത് രമ്യയില്ലാതെ കണ്ണൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈ ഓരോ ദിവസവും എമ്മോറ്റിയിൽ പോയിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് അവനിങ്ങനെ വന്ന് പറയും, ചേട്ടാ എനിക്ക് ഭയങ്കര സങ്കടം അവിടെ ഇങ്ങനെ പോകുമ്പോ, അവിടെ ഇരിക്കുമ്പോ അവളില്ലാതെ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ പോകണം. ഇന്നിപ്പോ ഞാൻ വരുമ്പോഴും കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തു പോയിരിക്കണം. ഇവരുടെ ആ ശീലമാണത്. അത് കണ്ണൻ ഇനി അങ്ങനെ തന്നെ തുടരട്ടെ. അദൃശ്യ സാന്നിധ്യമായിട്ട് രമ്യ, RJ ലാവണ്യ അവിടെ ഉണ്ടായിരിക്കട്ടെ. പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വേദനയോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതെ പ്രസാദ്, വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ പ്രസാദിലേക്ക് വരുന്നുണ്ട്. പ്രസാദ് കേൾക്കാൻ പറ്റുന്നുണ്ട്. പ്രസാദിലേക്ക് വരുന്നു. ഞാൻ ഷമേജ് കുമാർ കുവൈറ്റിൽ നിന്ന് സംസാരിക്കുകയാണ്. ഷമേജ് റേഡിയോ കാലത്തിന്റെ ഓർമ്മകൾ, ഷമേജ് നന്നായിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ടും ഷമേജ് വളരെ അധികം അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ആളാണല്ലോ. എങ്ങനെയാണ് ഈ സമയത്ത് ലാവണ്യ ഓർക്കുന്നത്? ഫിറോസ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു സെഷൻ ഓർഗനൈസ് ചെയ്യാൻ തോന്നിയ ഫിറോസിന് ആദ്യമായി ഒരു നന്ദി പറയട്ടെ. കാരണം കാഴ്ചയിൽ എന്ന് പറയുമ്പം നമ്മൾ ഓർമ്മകളും മെല്ലെ മെല്ലെ ഇല്ലാതാവുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നത്. കാരണം ഒരാളുടെ സാന്നിധ്യം നമ്മുടെ കൺമുൻപിൽ നിന്ന് മറയുന്നതോടുകൂടെ പലപ്പോഴും അവരും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. പക്ഷെ ചില ആളുകൾ അവരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ കഴിവുകൾ കൊണ്ടും നമ്മുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. അത്തരത്തിലുള്ള ഒരാളാണ് ലാവണ്യ. പ്രത്യേകിച്ച് കലാകാരന്മാർ, അവരുടെ ഒരു സിഗ്നേച്ചർ ഈ ഒരു ലോകത്ത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ അത് നമ്മൾ ആരായാലും ഏത് തരത്തിലുള്ള വ്യക്തികളായാലും, ഇപ്പൊ അത് റേഡിയോയിലായാലും TV-യിലായാലും അല്ലെങ്കിൽ സിനിമകളിലായാലും മറ്റേത് രംഗത്തുള്ള കലാകാരന്മാരും
പ്രത്യേകിച്ച് അവരുടെ ആരാധകരുടെയും അവരുടെ പ്രേക്ഷകരുടെയും ഒക്കെ മനസ്സിൽ വളരെ നല്ല ഓർമ്മകളും അല്ലെ അവരെ കുറിച്ചുള്ള എന്താ പറയാ ഒരു കാഴ്ചപ്പാടും അവരെ കുറിച്ചുള്ള ധാരണകളൊക്കെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അവര് കടന്നു പോകുന്നത്. ഇപ്പൊ ലാവണ്യ എനിക്ക് പരിചയമുള്ളത് കുവൈറ്റിലെ UFM വഴിയാണ്. അതായത് കുവൈറ്റിന്റെ മാധ്യമ ചരിത്രത്തില് ഒരു റെവല്യൂഷൻ ആയിട്ടായിരുന്നു ആ ഒരു UFM 98.4 എന്ന ആ ഒരു ചാനൽ കടന്നു വന്നത്. വളരെ വലിയ നല്ല രീതിയിൽ അതിന്റെ പ്രോഗ്രാമുകളും അതിനകത്തുള്ള ഓരോ RJസും ഫിറോസ് ആയാലും അതുപോലെ RJ അമന ആയാലും ഉദയ ആയാലും അല്ലെങ്കിൽ PR പ്രവീൺ ആയാലും ലാവണ്യ ആയാലും മലീന ആയാലും ഒക്കെ കുവൈറ്റിലെ ഓരോ പ്രേക്ഷകർക്കും ഇന്നും അവരുടെ ഓർമ്മകൾ അത്രയും സുപരിചിതമാണ്, അത്രയും ഫെമിലിയർ ആണ്. പിന്നെ അവരെയൊക്കെ ശരിക്ക് ഈ കുവൈറ്റിലെ പ്രേക്ഷകർ, നേരത്തെ ലൂസിയ പറഞ്ഞ പോലെ ഈ കുവൈറ്റിലെ ആളുകള് അവരൊക്കെ ശരിക്കും മനസ്സിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ നടക്കുന്ന റേഡിയോയില് കുവൈറ്റിലെ പ്രേക്ഷകർക്ക് അതൊരു ഒരു പുതിയ അനുഭവമായിരുന്നു. ആ ഒരു ഇവരുടെ രീതികൾ, ഇവരുടെ അവതരണം, പിന്നെ അതുപോലെ ഇവരുടെ പാട്ടുകൾ. അപ്പം ഇതൊക്കെ ഒരു FM നമുക്കറിയാലോ, ഇത് രാവിലെ ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് എടുത്താലും നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ ശബ്ദം കേൾക്കാം. ഇപ്പം നമ്മുടെ യാത്രകളിലും അതുപോലെ നമ്മളുടെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. അപ്പൊ നമ്മൾ അവരെ കാണുന്നില്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ശബ്ദത്തിലൂടെയാണ് നമ്മൾ അവരെ തിരിച്ചറിഞ്ഞിരുന്നത്. പല ആളുകളെയും ഒരുപക്ഷെ നമ്മൾ നേരിൽ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും അവരുടെ ശബ്ദം കൊണ്ടാണ് നമ്മൾ അവരെ തിരിച്ചറിഞ്ഞിരുന്നത്. അപ്പം ഓരോരുത്തരുടെയും ആ ഒരു സിഗ്നേച്ചർ ഉണ്ട്, അവരുടെ അവതരണത്തിലുള്ള അവരുടെ ശൈലികൾ. ഇതൊക്കെ നമ്മളെ വല്ലാതെ ശരിക്ക് ആകർഷിച്ചിട്ടുണ്ടാവും. ഇപ്പം ലാവണ്യ അവതരിപ്പിക്കുന്ന ഓരോ പ്രോഗ്രാമുകളും എനിക്ക് ഒരുപാട് വ്യക്തിപരമായി പരിചയമില്ലെങ്കിലും പക്ഷെ അവരുടെ ഓരോ അവതരണവും അവരുടെ ഓരോ ഷോസും വളരെ കൃത്യമായി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ സെലക്ട് ചെയ്യുന്ന പാട്ടുകള്, അവരുടെ അവതരണ രീതി, ഇതൊക്കെ തികച്ചും എന്താ പറയാ നമ്മളെ ശരിക്കും അവരിലേക്ക് അടുപ്പിക്കുന്നതാണ്. അപ്പൊ അത് തന്നെയാണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവര് ഈ ഒരു നമ്മളെ ഇടയിൽ ഉണ്ടാക്കിയുള്ള ഒരു ഇൻഫ്ലുവൻസ്. അപ്പൊ പെട്ടെന്ന് അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് കടന്നു പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ നിന്ന് മറഞ്ഞു പോവുകയാണെങ്കിൽ അത് ഭയങ്കര സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരിക്ക് തീർച്ചയായിട്ടും അവരിഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതൊരു വലിയ വേദനയാണ്. പ്രത്യേകിച്ച് അവരുടെ ഈ കുടുംബം, ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കലാകാരൻ ഇപ്പം ഈ മീഡിയകളിലുള്ള ഇത്തരം ആളുകളോട് നമുക്ക് ഒരു വല്ലാത്ത പേഴ്സണൽ അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ഇപ്പം എനിക്കറിയാം, എനിക്ക് ഫിറോസിനും ഒക്കെ ഉള്ള വളരെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ്. ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ വരുമ്പോഴും പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അതുപോലെ തന്നെയാണ് ദുബായിൽ ചെല്ലുമ്പോൾ ഞാൻ RJ അമന്റെ ഒരു ഷോയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ റേഡിയോക്കാർക്കുള്ള ഒരു പ്രത്യേകത അതാണ് അത് ശരിക്കും. അപ്പൊ അവര് നമ്മളെ എന്താ പറയാ വളരെ സ്പോർട്ടീവായിട്ട്, ഇപ്പോഴത്തെ പുതിയ റേഡിയോകളൊക്കെ ചാനലുകളൊക്കെ അവർ സ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ ചേർന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഇപ്പൊ എന്റെ പേഴ്സണൽ അനുഭവം ഈ അടുത്ത് എന്റെ ഒരു ചൊന്ന മാങ്ങാന്ന ഒരു ഷോർട്ട് മൂവി നാട്ടില് പ്രൊമോട്ട് ചെയ്തപ്പം ആകാശവാണിയുടെ ഒരു സ്റ്റുഡിയോയിൽ ഞാൻ ഇരുന്നിരുന്നു. അതുപോലെ ഈ റേഡിയോ മാംഗോയിൽ ഇരുന്നിരുന്നു, അതുപോലെ ക്ലബ് FM ഇരുന്നിരുന്നു. അപ്പം ഈ RJകളും അവരുടെ അവതരണവും അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളും നമ്മളെ ആ ഒരു ഷോയിൽ ലൈവാക്കി നിർത്തുന്നതൊക്കെ ഭയങ്കര സ്പോർട്ടീവാണ്. ഭയങ്കര എന്താ പറയാ, ആ അവതരണത്തിന് നമുക്ക് അവരോട് വലിയ ഇഷ്ടം തോന്നും. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ ശരിക്കും നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ അവരുടെ പ്രവൃത്തികളും അവരുടെ വർക്കുകളും ഈ അവതരണവും ഈ രീതികളൊക്കെ നമ്മളെ ശരിക്കും ഇൻഫ്ലുവൻസ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അവരുടെ ഈ ഒരു ആ ഗ്യാപ്പ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ശരിക്ക്. അപ്പൊ ഇതൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഞാനിത് കാണുന്നത് ആക്ച്വലി ഒരു ഫേസ്ബുക്കിലുള്ള ഒരു മെസ്സേജ് വഴിയാണ്, ഒരു മെസ്സേജ് വഴിയാണ് ഇത് കാണുന്നത്. അപ്പൊ തന്നെ എനിക്ക് ഫിറോസും ഈ രംഗത്തുള്ള ഈ അവരുടെ പഴയ ഗ്രൂപ്പുകളിലൊക്കെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അപ്പം ഇപ്പൊ എനിക്ക് മാത്രമല്ല, ഇപ്പൊ എന്നെ പോലെ ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ് ഈ കുവൈറ്റിൽ സംസാരിക്കുന്നത്. കാരണം ഇവരെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇവരെ അറിയുന്ന, ഇവരുടെ ശബ്ദങ്ങളിലൂടെ അവരെ തിരിച്ചറിയുന്ന ഒരുപാട് ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ ഈ കുവൈറ്റിൽ തന്നെ ഉണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു അവർ വർക്ക് ചെയ്ത ദുബായിലും അല്ലെങ്കിൽ കേരളത്തിലും ഒക്കെ ഇവർക്കുള്ള ആരാധകരുണ്ടാവും. അപ്പൊ അവരെയൊക്കെ
തികച്ചും സങ്കടത്തിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഓരോ വേർപാടും നമ്മൾക്ക് ഒരുപാട് വേദനകൾ നൽകുന്നു. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ ഈ അടുത്ത് നടന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാം. ഇപ്പൊ നമ്മളെല്ലാം വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ. അപ്പൊ അത്തരത്തിലുള്ള വിഷമത്തിലൂടെ വീണ്ടും അതിനോട് കൂടെ കൂട്ടിച്ചേർക്കാവുന്ന രീതിയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള വിഷമങ്ങൾ നമ്മൾ കടന്നു വന്നത്. പിന്നെ നമ്മളെല്ലാം പറയുന്ന പോലെ ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല പലതും. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് വരുന്നതിന് അതേപടി ആക്സെപ്റ്റ് ചെയ്യാനേ നിവൃത്തിയുള്ളൂ പല കാര്യങ്ങളിലും. അപ്പൊ അങ്ങനെയുള്ള ചില സത്യങ്ങൾ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു ചിലപ്പം. അപ്പം നമ്മൾ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ശരിക്കും ജീവിതത്തിന്റെ തന്നെ ഒരു എന്താ പറയുക, നമ്മളതിനെ ജീവിതം എന്ന് വിളിക്കുന്നത് ശരിക്കും. ഇപ്പൊ അവരുടെ കുടുംബത്തെ കുറിച്ച് ഇവിടെ പലരും പരാമർശിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള അദ്ദേഹവും സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു. ഇനി തീർച്ചയായിട്ടും ഒരു സർവൈവൽ ഓഫ് ദ ഒരു ഫാമിലി ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ട മാനസികമായും ബാക്കിയുള്ള രീതിയിൽ ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് വേണ്ടത് വെച്ചാൽ അത് അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ സ്നേഹിച്ചിരുന്ന ആളുകളൊക്കെ ചേർന്ന് നടത്തണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിനകത്ത് ഏത് രീതിയിലുള്ള സഹായമോ അല്ല സഹകരണമോ നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനോടുകൂടെ ചേർന്ന് നിൽക്കാൻ കൂടിയാണ് എൻ്റെ ഇവിടെ ഒരു തീരുമാനം. അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ ലാവണ്യയുടെ ഫാമിലിയോടും അദ്ദേഹത്തിന്റെ അവരുടെ ഹസ്ബൻഡിനോടും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ എന്താ പറയാ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു സങ്കടം അവരോട് കൂടെ ചേർന്ന് നിൽക്കുകയാണ് ഞാനും. അതെ, അവർക്ക് ഈ ഒരു സാഹചര്യം അഭിമുഖീകരിക്കാൻ ഈ പ്രപഞ്ചം ശക്തി നൽകട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക, പ്രാർത്ഥിക്കാൻ കഴിയുക. കുറച്ചു നേരമായി എനിക്ക് തോന്നി ഈ സെഷൻ തുടങ്ങിയ സമയം തൊട്ട് നമ്മളോടൊപ്പം ഉള്ള RJ ശ്വേത വീണ്ടും ഇപ്പോ ശ്വേത ഉണ്ട്. ശ്വേതയോട് എനിക്കൊന്നും ചോദിക്കാനില്ല. ശ്വേത എങ്ങനെയാണ് ഓർക്കുന്നത്? ശ്വേത ചേട്ടാ, എനിക്ക് ശരിക്കും പറഞ്ഞ എല്ലാരും പറയുന്ന കേട്ടിട്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. എനിക്ക് കാരണം 2 ദിവസം ഇതൊരു ട്രോമ പോലെ എന്റെ മനസ്സിൽ മരണം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് ഞാൻ അറിഞ്ഞത് തന്നെ RJ അമൻ സ്വാതിച്ചേട്ടൻ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് എന്നോട് കുറച്ച് ദിവസം ഒരാഴ്ചക്ക് മുന്നേ സ്വാതിച്ചേട്ടൻ ഇങ്ങനെ പഴയ FM-ന്റെ കാര്യം നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഞാൻ രാവിലെ എണീറ്റ് ഞാൻ ഉടനെ നോക്കിയില്ല, ഇൻസ്റ്റയിലാന്ന് തോന്നുന്നു, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ മെസ്സേജിൽ കാണുന്നത് നമ്മുടെ ലാവ് പോയി മോളെന്നാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് എവിടെ പോയി എന്ന്. എനിക്ക് മരണം എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആലോചിക്കുന്നത് പിന്നെ പോയോ, ദുബായിലേക്ക് വല്ലതും പോയോ, അങ്ങനെ നാട്ടിൽ നിന്ന് പോയോ, അതാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്താന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ അതിന്റെ റിപ്ലൈ എനിക്ക് വന്നില്ല. അപ്പോഴേക്കും പിന്നെ സൺലൈറ്റിനും ഒക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞു കാര്യം. പിന്നെ ഞാൻ ആദ്യം പോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി, ലാവണ്യയുടെ പോസ്റ്റ് നോക്കിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഇൻസ്റ്റയും FB-യിലും ഒക്കെ നോക്കി, ഒന്നുമില്ല. അപ്പം ഒരു ട്രിപ്പ് ഇട്ട ഒരു ഫോട്ടോ മാത്രമാണ് ഞാൻ കാണുന്നത്, വയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ എന്തൊക്കെയോ, എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ ആവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. എനിക്കിത് ഭയങ്കര ഷോക്കിങ്ങും ഭയങ്കര ഡിപ്രസീവ് ആയിരുന്നു. അങ്ങോട്ട് ആലോചിച്ചിട്ടും ഇപ്പം ഓരോ കാര്യങ്ങള് ഓരോരുത്തർ പറയുമ്പോഴത്തേക്കും ഒക്കെ FM-ന്റെ കാര്യം തൊട്ട് തുടങ്ങുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചേച്ചിയാണ്. ഞാൻ ലാവു എന്നാണ് വിളിക്കുക. ഞാൻ ചേച്ചിന്ന് വിളിച്ചിട്ടേ ഇല്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. എന്നാലും അന്ന് തൊട്ടേ എന്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ UFM-ൽ വരുന്നത്. ഫിറോസേട്ടന് അറിയാലോ. അപ്പൊ അവിടുത്തെ ഏറ്റവും ചെറിയ ആള് ഞാനായിരുന്നു. ആ സമയത്തും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എങ്ങനെയാണ് ആ സ്റ്റേഷൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഒരു പാട്ട് പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്നും മൈക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്നും ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് A to Z പറഞ്ഞു തന്നത് ലവ് ആണ്. അപ്പം ഷോസ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ ചിലപ്പോ ഞാൻ അവിടെ അങ്ങനെ കറങ്ങി നിൽക്കുമ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ടാ ചോദിക്കുക, നീ ഇന്ന് എന്താ ടോപ്പിക് ചെയ്യാ, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഒരെണ്ണം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഒരു കണ്ടന്റ് എനിക്ക് പറഞ്ഞു തരും, ഒരു ടോപ്പിക് പറയും, ഇത് ഡെവലപ്പ് ചെയ്യും. പിന്നെ മോട്ടിവേഷൻ വേറെ ലെവലാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പേടിയാണെന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും എന്റെ അടുത്ത് പറയും, എന്തിനാ പേടിക്കുന്നത്, ഇത് നമ്മുടെ ലോകമാണ്, ഇത് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നീ നേരിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറെ ടിപ്സ് ഓഫ് റേഡിയോ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്റെ ഒരു ഗുരുവായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ലാവുമാണ്. എന്നെ ഒരിക്കൽ പോലും പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ് ആക്കിയിട്ടോ ഒന്നുമില്ല. ഒരു തവണ പോലും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ആർഗ്യുമെന്റോ ഒരു വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ
എനിക്ക് തോന്നുന്നു ലാവൽ നോൺ വെജ് ഒന്നും കഴിക്കണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളിക്കാരത്തി കൂടെ നിൽക്കും. എന്നിട്ട് ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ ചിക്കൻ ഇടുന്നതിന് തൊട്ട് മുന്നേ അത് ടേസ്റ്റ് ചെയ്ത് നോക്കും, ആ ഗ്രേവി എങ്ങനെയുണ്ട് എന്നുള്ളതും. എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല, ഒന്നിനും മാറി നിൽക്കാണ്ട് കൂടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവുമായിരുന്നു. ഫൈനലി ഞാൻ അവിടുന്ന് ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം, PGക്ക് ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്തും ഞാൻ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണം. കാരണം നല്ലൊരു ഒരു പൊസിഷനിൽ നമുക്ക് ആ ഒരു ചെറിയ ഏജിൽ ജോലി കിട്ടിയിട്ട് ഞാൻ അത് കളഞ്ഞു വരണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അപ്പോഴും കൃത്യമായിട്ട് എനിക്ക് മറുപടി പറഞ്ഞു തരും. നിനക്ക് എന്താണ് നീ തോന്നുന്നത്, നിനക്ക് എന്താണ് റൈറ്റ് ആയിട്ട് തോന്നുന്നത് അത് നീ ചെയ്യുക. നിനക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നീ കുഴപ്പമില്ല, നിനക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടും, ഇത് ലാസ്റ്റ് ലൈഫിൽ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് നിൽക്കണ്ട. അതല്ല നിനക്ക് ഇത് ഇഷ്ടമാണ്, നിന്നെ മിസ് ചെയ്യും നീ പോയാല്, പക്ഷെ എങ്കിലും ലൈഫിൽ അങ്ങനെ ഒരു ഡിസിഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ നമ്മുടെ ലൈഫിലുള്ള ഡിസിഷൻ മേക്കിങ്ങിലും എല്ലാം എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാൻ വന്നതിന് ശേഷം പിന്നെ അവിടുത്തെ കുവൈറ്റ് FM സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് ലാവണ്യ വന്ന സമയത്ത് ലാവും ഹസ്ബൻഡും കൂടെ ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. അപ്പം കഴിഞ്ഞ ദിവസം അമ്മയടുത്ത് ഞാനിത് പറഞ്ഞപ്പോ അമ്മ ഇതാണ് പറയുന്നത്, അയ്യോ അവര് വീട്ടിൽ വന്നതല്ലേ രണ്ടുപേരും കൂടെ. പിന്നെ ക്ലാസിക്കൽ, ഞാൻ മ്യൂസിക് ആണ് പഠിച്ചത്, ചേട്ടനും മ്യൂസിക് ആണ്. അപ്പൊ കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓരോ കാര്യങ്ങൾ എനിക്ക് ഓരോ വീഡിയോസ് കാണിച്ചു തരും, ചേട്ടൻ പാടുന്നതിന്റെ കാര്യങ്ങളും എന്ത് ബ്ലെസ്ഡ് ആണ് നിങ്ങൾക്ക് പാടാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളും. ഇതെല്ലാം എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആകെ എനിക്ക് ഡൗൺ ആയിട്ട് ലാവ് ഫീൽ ചെയ്തത് തോന്നിയത് ആ സമയത്ത് തുടക്കത്തില് ചേട്ടൻ നമ്മുടെ കൂടെ FM ഒന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ നാട്ടിലും ലാവും അവിടെ ആയിരുന്നു. അപ്പം എപ്പോഴും ഒരു വെക്കേഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ പോകണം, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് ചേട്ടനെ കാണണം അങ്ങനെയൊക്കെ പറയുന്നതും ആ ഒരു മിസ്സിങ് മാത്രമാണ് ഒന്ന് ഡൗൺ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാ സമയത്തും ഹൈപ്പർ എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ആളായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്താ ഞാൻ പറയേണ്ടതെന്നും. എനിക്ക് സത്യം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം അത് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ ആ മെസ്സേജ് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ആയിരിക്കല്ലേ എന്ന് വിചാരിച്ചിരുന്നത്. ഞാൻ എന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ അമ്മന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. സൺലൈറ്റിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ സൺലൈറ്റിനൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഡീറ്റെയിൽസ് പറയാം. ഞാൻ എന്താണ് ഇങ്ങനെ പറ്റിയത് എന്നുള്ളതും എന്താണ് അസുഖം ആണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലല്ലോ. കുറെ നാൾക്ക് മുന്നേ, മേ ബി ഒരു 2 months മുന്നേക്കാണ് എന്തോ മെസ്സേജ് കണ്ടപ്പം ഓരോ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ഞാൻ അതിൽ എന്തെങ്കിലും കമന്റ് ചെയ്ത് അങ്ങനത്തെ ഉള്ള മെസ്സേജസ് അല്ലാണ്ട് ഭയങ്കര ഒരു കോണ്ടാക്ട് സ്ഥിരം കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്റെ ജോലി തിരക്കും ആളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പം രണ്ടാമത് ക്യാരിങ് ആയിരുന്ന സമയത്തും ഞാൻ ഫേസ് കുറച്ച് വീക്കോ ആയിട്ടൊക്കെ തോന്നി, എനിക്ക് കുറച്ച് വണ്ണൊക്കെ വെച്ച പോലെ തോന്നിയിട്ട് ഞാൻ ചോദിച്ചു പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കൊണ്ട് നീ എങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെ ചോദിച്ചു. അന്നും കുറെ നേരം സംസാരിച്ചു. എന്താണെങ്കിലും ഈ കുഞ്ഞുങ്ങള് കുറച്ച് ലേറ്റ് ആയിട്ട് ആയതിന്റെ കാരണം എന്റെ മോളിനെക്കാട്ടിലും ഇളയതാണ് 2 മക്കളും ലാവുന്റെ. അപ്പം ഞാൻ അതാണ് എനിക്ക് ഒട്ടും എനിക്ക് എങ്ങനെയാ അവരുടെ കാര്യങ്ങൾ ഇനി എങ്ങനെയാന്നുള്ളതാണ് എന്നെ ആസ് എ മദർ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആവുന്നത്. കാരണം ഞാൻ ദിവസവും ഇപ്പൊ കൊല്ലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, കോളേജിലാണ്. അപ്പൊ ഞാൻ കൊല്ലത്ത് ഞാൻ ഡെയിലി പോയി വരികയാണ്. ഞാനിപ്പോ താമസിക്കുന്നത് എറണാകുളത്തുമാണ്. അപ്പൊ പോയി വരുന്നത് എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡ് മീഡിയ ഒക്കെ ആയതുകൊണ്ട് ഹസ്ബൻഡിന് അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ഡെയിലി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്നോട് ചോദിക്കുന്നു നിനക്ക് എന്താ ഭ്രാന്താണോ എന്തിനാ ഈ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെ. കാരണം ആസ് എ മദർ, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ ആ ഒരു അവസാനം രാത്രി അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആ ഒരു സന്തോഷം, അതിനു വേണ്ടിയിട്ടാണ് ബാക്കി സ്ട്രഗിൾ എല്ലാം എടുക്കുന്നത്. അപ്പം ആ ഫാമിലി ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അത് മനസ്സിലാവണമെന്നൊന്നും ഇല്ല, അവരെ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അവർക്കിപ്പോ അത് ശ്വേത, നമ്മൾ വല്ലാതെ സങ്കടത്തിലാണ് നമ്മളെല്ലാവരും. അതെ, എല്ലാവരും വലിയ സങ്കടത്തിലാണ്. ശ്വേത പറഞ്ഞതുപോലെ ആ വാർത്ത കേട്ടപ്പോൾ അങ്ങനെ ആയിരിക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അജു വർഗീസ്, ശക്തി, സുഗുണൻ തങ്കപ്പൻ ഇവരൊക്കെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ലാവണ്യെ ഓർക്കുന്നു. പ്രസാദെ, നമുക്ക് ഇപ്പൊ ലാവണ്യ ഏതായാലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ ശ്വേത പറഞ്ഞ പോലെ നല്ല ഹൈപ്പറായിട്ട് അടിച്ചു പൊളിച്ച് ഇരിക്കാനേ പറയൂ. അവളുടെ മനസ്സ് അങ്ങനെ ചിന്തിക്കൂ. ഞങ്ങൾക്കറിയാം ലാവണ്യ എങ്ങനെയാണ് ചിന്തിക്കുക എന്ന്. അല്ലെങ്കിൽ പ്രസാദിനറിയാം, ലാവണ്യയുടെ പ്രിയപ്പെട്ട കണ്ണൻ അറിയാം അവളുടെ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നമുക്ക് വസുന്ധരയ്ക്ക് വേണ്ടിയും വിഹായസിന് വേണ്ടിയും മാനസികമായും ഒക്കെ ഏതു തരത്തിൽ ഇനി
ലാവണ്യക്ക് പകരമാകില്ല ഒന്നും. ലാവണ്യയുടെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമല്ലേ? അങ്ങനെ മുമ്പോട്ട് പോകാമെന്നാണോ? അവസാനം എന്താണ് തോന്നുന്നത്? ഒന്ന് നമ്മള് ഇത്തരം വിഷയങ്ങൾ കണ്ണനുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്ത് നോക്കണം. നമ്മുടെ അവരുടെ റിക്വയർമെന്റ്സ് നമ്മളൊന്ന് മനസ്സിലാക്കി അവർക്ക് ഏത് തരം സപ്പോർട്ടാണ് വേണ്ടത്. ഇപ്പം നമ്മൾ മോറൽ സപ്പോർട്ടാണോ, ഫിനാൻഷ്യൽ സപ്പോർട്ടാണോ? ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സമയത്ത് ഒരു ചെറിയൊരു 11 ദിവസമാണ് ഈ അസുഖമായിട്ട് സഞ്ചരിച്ചതെന്ന് ആലോചിക്കണം. ഒരുപാട് നാളൊന്നും ഇതുമായിട്ട് പോയില്ല. ഈ 11 ദിവസം കൊണ്ട് 2 സർജറികൾ, ക്യാൻസർ പോലെയുള്ള ഒരു രോഗത്തിനെ ക്യാൻസർ രോഗമാണെന്ന് അറിയണമെങ്കിൽ നടക്കുന്ന പരിശോധനകൾ, ഇതെല്ലാം നടക്കുമ്പോ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇത്തരം സാഹചര്യങ്ങളെ മുൻനിർത്തിയാണല്ലോ മനുഷ്യർ ഇൻഷുറൻസിനെ ആശ്രയിക്കുന്നത്. അവിടുന്ന് 1 രൂപ പോലും അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, വളരെ വലിയ ടോർച്ചറിങ് ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഈ രോഗത്തിനെ നേരിടുന്നു എന്നുള്ളതിനേക്കാളും അല്ലെങ്കിൽ രോഗത്തിനെ നേരിടുന്നു എന്നതുപോലെ തന്നെയാണല്ലോ അതിനുള്ള സാമ്പത്തികം. ഇൻഷുറൻസ് അവിടെ ഡിനേ ചെയ്യപ്പെടുന്നു എന്ന് വരുന്ന സമയത്ത് എന്തൊരു ഭീകരാവസ്ഥയായിരിക്കും എന്ന് മാത്രമല്ല, ഇതിന്റെ ഫർദർ ഇതിന്റെ ക്രോസ് ചെക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ കുട്ടിയെ തന്നെ വിളിച്ചിട്ട് ആ കുട്ടിയോട് ഈ രോഗമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ആ കുട്ടിയെ വിളിച്ചിട്ട് അവർ കൺഫേം ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ ക്യാൻസർ, അപ്പൊ മുമ്പ് നടന്ന സർജറി ക്യാൻസറിന്റെ ആണോ എന്നൊക്കെ ചോദിക്കുക. അയ്യോ, അതൊരു വല്ലാത്ത സംഭവം. പൈസയെ കൊടുത്തില്ല, എന്റെ കൂടെ നേരിട്ട് വിളിച്ചതിനെ ഇങ്ങനെ ഹറാസ് ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും പിന്നെ ഇനിയിപ്പം കുഞ്ഞുങ്ങള്, മൂത്ത മോള് ഏകദേശം ഇതൊക്കെ അറിയുന്നു, അവൾക്ക് അതിന്റെ സങ്കടങ്ങൾ തിരിച്ചറിയുന്നു. ഇളയാള് പൊടിയാണ്, കുഞ്ഞാണ്, അതിനെ കുറിച്ച് അറിയാറായിട്ടില്ല. അമ്മയെ മിസ് ചെയ്യും. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഇവർക്ക് എങ്ങനെ വേണമെന്നുള്ള ഫിറോസും നമുക്കൊന്ന് സംസാരിക്കാം, ഞാനും ഒന്ന് സംസാരിക്കാം. പിന്നെ ആത്യന്തികമായി നമ്മൾ സുഹൃത്തുക്കൾ ഇങ്ങനെ കൂടെയുണ്ട്. ഇപ്പൊ ഇത്രയും ദിവസം, പിന്നെ ഇന്ന് സഞ്ചയനമായിരുന്നു രാവിലെ കേട്ടോ, അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഈ ദിവസം ഇത്ര 5 ദിവസങ്ങൾ പിന്നിടുമ്പോഴും നമ്മൾ അവളെ കുറിച്ച് ഓർത്തു. നിങ്ങൾ ഇത്ര ദൂരങ്ങളിൽ വളരെയധികം തിരക്കിലാണ് എന്നൊക്കെ ഇരുന്നാലും പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെച്ചു. ശ്രീലക്ഷ്മി അവരൊക്കെ കഴിഞ്ഞ ദിവസം ഫുൾ ഷോയിലൊക്കെ വലിയ അനുസ്മരണങ്ങൾ നടത്തി കണ്ടു. അത് അവർക്കൊപ്പം ഒരാള് ഒരു പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണലിന്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം എന്തായിരിക്കും? അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ പിൻവാങ്ങുന്നത് അവരുടെ കർമ്മരംഗത്ത് നിന്നാണെങ്കിൽ അത് സാർത്ഥകമായ ജന്മമാണെന്ന് നമുക്ക് പറയാം. പിന്നെ രമ്യ അല്ലെങ്കിൽ ആർജെ ലാവണ്യ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുഴഞ്ഞ് വീഴുന്നത്. അവിടെ നിന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു 10-11 ദിവസം. ആ സമയത്ത് അവള് ജോലി ചെയ്യുമായിരുന്നു. തിരിച്ചു വരുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ജോലിയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ജോലി ചെയ്ത് കൊതി തീരാത്ത, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആഗ്രഹം അടങ്ങാത്ത, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെയൊക്കെ ഒരു അനിയത്തി അവള് പോയി. പിന്നെ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഈ ജീവിതം എന്ന് പറയുന്ന ജീവിതത്തിന്റെ അനശ്വരതയും നശ്വരതയും അതിനിടയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കോൺട്രാക്ട്, ഒരു ഉടമ്പടിയാണ് മരണം എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. കാരണം ആ മരിക്കുന്ന സമയത്തും അവളുടെ മരണത്തിന് മുൻപുള്ള അവളുടെ ജീവിതവും മരണത്തിന് ശേഷമുള്ള അവളുടെ അനശ്വരമായ ജീവിതം കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മരണത്തിനെയും നമുക്ക് യാഥാർത്ഥ്യത്തിനെ തള്ളി പറയാനും പറ്റത്തില്ലല്ലോ. പിന്നെ അതെ, നേരത്തെ ആരായിരുന്നു ലൂസിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ സംഭവിച്ചില്ല എന്ന് നമ്മൾ കരുതുമ്പോഴും അങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പതിയെങ്കിലും നമ്മൾ സുഹൃത്തുക്കൾ അത് ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ്. ഒപ്പം ലാവണ്യയുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനകളിൽ നമുക്ക് വീണ്ടും
ഒരുമിച്ചിരിക്കാം. ഒരു പക്ഷെ അത് ഇങ്ങനെ ഒരു സെഷനിലല്ലെങ്കിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഉറപ്പായിട്ടും കൂടുതൽ എന്തുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതിന് ഒരുമിച്ച് എല്ലാ സപ്പോർട്ടും, പിന്നെ കുടുംബമായിട്ടുള്ള ബന്ധം തുടരുക. നമുക്ക് ആ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. ഇപ്പൊ ഞങ്ങളൊരു ഷോ ചെയ്തതാണ്. ആ ഷോയിൽ പറഞ്ഞതുപോലെ അതെ, പ്രസാദ് പറഞ്ഞതുപോലെ ഈ ദുബായിലും കുവൈറ്റിലും സൗദിയിലും കേരളത്തിലും ഒക്കെ ഇരുന്നു കൊണ്ട് പല ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ലാവണ്യെ നമ്മൾ ഓർക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നമ്മൾ ഓർക്കുന്നു. അവളുടെ പഴയ തമാശകളും കളിചിരികളും അവളുടെ ഒരു പ്രൊഫഷണൽ എക്സലൻസും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു കലാകാരിയെ സംബന്ധിച്ച് അത് ഒരു ചെറിയ കാര്യമല്ല. മാത്രമല്ല അവൾ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത് അവളുടെ ജോലിക്കിടെയാണെന്ന് പറയുമ്പോൾ തന്നെ അത് സാർത്ഥകമാണ് അവളുടെ യാത്രകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. അവൾക്ക് എല്ലാ തരത്തിലും അവളെ നമ്മൾ ആ നിലയ്ക്ക് അവളുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു, അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നു. അതാണ് ഇനി സുഹൃത്തുക്കൾക്ക് ചെയ്യാൻ കഴിയുക. പ്രസാദെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്തി മുമ്പോട്ട് പോകാൻ തോന്നുന്നു. അതെ, അതായിരിക്കും എന്റെ ശരി. ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അതെ, ഈ ഒരു വാക്കും ഒന്നിനും അവസാന വാക്കല്ല എന്ന് പറയുന്നത് പോലെ ഈ നമ്മുടെ യാത്രകൾ തുടരുന്നു. അതിനൊപ്പം നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തുടരുന്നു. അതേസമയം തന്നെ പ്രസാദിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് കണ്ണൻ നവനീത് വർമ്മയ്ക്കും അതുപോലെ കുഞ്ഞ് വിഹായസിനും വസുന്ധരയ്ക്കും അവർക്ക് ഈ സാഹചര്യം തരണം ചെയ്യാൻ ഈ പ്രപഞ്ചം ശക്തി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വിടവാം. വീണ്ടും കാണാം. സ്നേഹം.